അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല ആയാത്തിൻ ബയ്യിനാത്ത് വകിതാബൻ മുബീന വലം യജ്അൽ ലഹു ഇവജ മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. ഖുർആൻ പഠനത്തിനുള്ള 56-ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. 56-ാമത്തെ സെഷനല്ല, 56 യൂണിറ്റ് 86ആണ്. ഇതിനകം നാം പല സെഷനുകൾ അധികമായി നടത്തിയിട്ടുണ്ട്. റിവിഷൻ നടത്തുന്നതിനായി പല ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്, പരീക്ഷ നടത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ സ്റ്റുഡൻസ് സജീവമായി നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ കൃത്യസമയത്ത്, ഞാൻ 10 മിനിറ്റ് ലേറ്റായിട്ട് ആയെങ്കിലും കൃത്യമായി ക്ലാസ്സിൽ 19 പേരും നേരത്തെ തന്നെ എത്തിയിരുന്നു. കൃത്യമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, തുടങ്ങുമ്പോൾ ഇതിനേക്കാൾ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോഴും നിങ്ങൾ ആ സജീവത ഇത്രയും സ്റ്റുഡൻസ് പാലിക്കുന്നു എന്നതിലാണ് അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു ഖുർആൻ ആശയം പൂർണ്ണമായി മനസ്സിലാകത്തക്ക രീതിയിൽ പഠിക്കുന്നതുവരെ ഖുർആൻ പഠനത്തിൽ നിന്നും, ഇതല്ലെങ്കിൽ വേറൊരു സംവിധാനം, ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ സംവിധാനം, ഇതിലൂടെ ഖുർആൻ ആശയം മനസ്സിലാക്കി പഠിക്കുകയും അതിൽ ആഴത്തിൽ ചിന്തിക്കുകയും ചെയ്യുന്നതുവരെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറ്റാതിരിക്കട്ടെ. അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ. ഒന്നുകിൽ നീ അഗാധ പണ്ഡിതനാകണം. കുൻ ആലിമൻ, ആലിം എന്ന് പറഞ്ഞാൽ അഗാധ പണ്ഡിതൻ എന്നാണ്. ആലിം, എല്ലാവരെയും ആലിം എന്ന് വിളിക്കാൻ പറ്റില്ല. ഞാനൊരു ആലിമാണെന്ന് ഇന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഞാൻ പഠിക്കുന്നു, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ കുൻ ആലിമൻ, നീ ഒരു ആലിമാവുക, മഹാപണ്ഡിതനാവുക. ആലിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എൽമ് എന്ന് പറഞ്ഞു. എൽമിൻ്റെ ബഹുവചനം എന്താണ്? എൽമിൻ്റെ ബഹുവചനമാണ് ഉലൂം. എൽമ് ഉലൂം. സയൻസ് കോളേജിനാണ് കുല്ലിയത്തുൽ ഉലൂം എന്ന് പറയുന്നത്, കുല്ലിയത്തുൽ ഉലൂം. അപ്പോൾ പല പല വിജ്ഞാനങ്ങളുടെയും ശാഖകൾ അല്ലെങ്കിൽ പല പല വിജ്ഞാനങ്ങളുടെയും ഗേഹം എന്ന് പറയുന്നത് പോലെ പാണ്ഡിത്യം ഉള്ളവനാവുക നീ. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഒരു സ്റ്റുഡൻ്റ് ആവുക. മുതഅല്ലിം, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്നവനാവുക. ഔ മുഹിബ്ബൻ, അതല്ലെങ്കിൽ പണ്ഡിതന്മാരെ, പഠിക്കുന്നവരെ, ക്ലാസ് കേൾക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരെ, അല്ലെങ്കിൽ വിജ്ഞാനത്തെ ഇഷ്ടപ്പെടുന്നവനാവുക. വലാ തകുൻ ഖാമിസ, ഇതൊന്നും അല്ലാത്ത അഞ്ചാമതൊരു ആള്, ഒരു വിഭാഗം നീ ആകാൻ പാടില്ല. നമ്മൾ ആ പറഞ്ഞ പഠിതാക്കൾ, സ്റ്റുഡൻസ് കുൻ ആലിമൻ കഴിഞ്ഞല്ലോ, 2ാമത്തെ ഗ്രേഡിലുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഞാനും നിങ്ങളുമൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നമ്മുടെ വിജ്ഞാനം അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. ഇതിനകം നമ്മൾ 70% പഠിച്ചു കഴിഞ്ഞു. ഖുർആനിലെ 70%-ലധികം നിങ്ങൾക്കറിയും. നിങ്ങൾ ശതമാന കണക്ക് നോക്കി തന്നെ പോകണം. ഡെയിലി അത് എഴുതി വയ്ക്കണം. നിങ്ങളുടെ ഗ്രാഫ് ഡെയിലി കൂടുന്നുണ്ടാവും. ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾ പുതിയ പുതിയ പദങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മൾ സുപ്രധാനമായ മറ്റൊരു ഭാഗം പഠിക്കുകയാണ്. അതിന് നിങ്ങളുടെ പെർമിഷൻ കൂടെ എനിക്ക് ആവശ്യമാണ്. ഇന്നയും സഹോദരിമാരും വരെയാണ് യഥാർത്ഥത്തിൽ ഗോൾഡൻ സെഷനിൽ പഠിപ്പിക്കാൻ നമ്മുടെ സിലബസിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ തയ്യാറാക്കിയ സിലബസിൽ കാണിച്ചിരിക്കുന്നത് ഇന്നയും സഹോദരിമാരും വരെ പഠിച്ചാൽ മതി എന്നാണ്. പക്ഷെ ഇന്നയും സഹോദരിമാരും പഠിച്ചതിന് ശേഷം ഒരു ക്ലാസ് കൂടി കഴിഞ്ഞിട്ടുണ്ട്.
അതും പഴയ റിവിഷനാണ് നാം എടുത്തത്. ഇനിയും അതിൽ തന്നെ നിൽക്കണോ അതല്ല അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാനയും സഹോദരിമാരും എന്നത് ഇന്നയുടെ നേരെ വിപരീതമായ നിയമം വരുന്ന ഒരു ഭാഗമാണ് കാനയും സഹോദരിമാരും. അപ്പൊ ഇന്ന പഠിച്ചാൽ കാന പഠിക്കുന്നത് എളുപ്പമായിരിക്കും. കാനയുടെ നേരെ വിപരീതമാണ് ഇന്നയുടെ നിയമം, ഇന്നയുടെ നേരെ വിപരീതമാണ് കാനയുടെ നിയമങ്ങൾ. എന്താ അഭിപ്രായം? ഇതുവരെ പഠിച്ച ഭാഷാ പഠന ഭാഗം നിങ്ങൾക്ക് കുംബർസം ആയി തോന്നുന്നുണ്ടോ? ഒരു ഭാരിച്ചതായി തോന്നുന്നുണ്ടോ? ഒരു കെട്ട് പഠിച്ചോ, അല്ലെങ്കിൽ തലയിൽ ചുമക്കാൻ പറ്റാത്തത്ര പഠിച്ചോ? ചില ആൾക്കാർ പറയുന്നത് പുതിയ സിലബസ് അനുസരിച്ച് പുതിയ സിലബസ് കുറച്ച് കട്ടിയാണെന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? ലെറ്റസ് ഗോ എന്നാണ് പറയുന്നത് അബൂബക്കർ. ഇനിയും പഠിതാക്കളുണ്ട്, സ്റ്റുഡൻസ്. നിങ്ങളുടെ അഭിപ്രായം? റഹീം നൂർ മുഹമ്മദ്, നോ, യു ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വെരി ഹെവി. എനിബഡി എൽസ്? കാന പിന്നെ പഠിക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാന പിന്നെ പഠിക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വേറെ ആൾക്കാർ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ വീണ്ടും വീണ്ടും ചോദിക്കുക. ഇനി പറയാത്ത ഒരു കക്ഷികളുണ്ട്, കുറച്ച് കക്ഷികളുണ്ട് മറുപടി പറയാത്തവർ. ഇതുവരെ പഠിച്ചത് കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി 2-3 ക്ലാസ് പഴയ ക്ലാസ്സുകൾ റിവിഷൻ നടത്തി പോകാം. ഖുർആൻ പഠിക്കും. ഖുർആൻ ഇന്ന് നമ്മൾ 56-ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. 56, 57, 58 56, 57, 58 കഴിഞ്ഞതിന് ശേഷമാണ് ഗോൾഡൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ 56, 57, 58 പഴയ പാഠങ്ങൾ റിവൈസ് ചെയ്യണോ? പഴയ പാഠം എന്ന് പറഞ്ഞാൽ ഗ്രാമർ റിവൈസ് ചെയ്യണോ? അതല്ല കാനയും സഹോദരിമാരും പഠിക്കണോ? റിവിഷൻ വേണമെന്ന് ഒരാൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ മൈൻഡ് വർക്ക് ചെയ്യില്ല. വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ മൈൻഡ് വർക്ക് ചെയ്യില്ല. കീപ്പ് ഓൺ ലേണിംഗ് സംതിങ്. കീപ്പ് ഓൺ ലേണിംഗ് സംതിങ്. സഹോദരിമാർ ആരെങ്കിലും അടുത്ത ഭാഗം കാന പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? എനിക്ക് പറയണം. ലെറ്റസ് ഗോ ഹെഡ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതുകൊണ്ട് ഗ്രീൻ സിഗ്നലാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഓറഞ്ച് സിഗ്നൽ, 1-2 ഓറഞ്ച് സിഗ്നൽ കാണുന്നുണ്ട്. റിവിഷൻ വരും. പക്ഷേ കാന ഇന്ന് പഠിക്കണോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. കാന പഠിക്കാമെന്ന് ഒരു ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയും വരണം. 19-20 പേര് ഇപ്പോഴും ക്ലാസ്സിലുണ്ട്. 19 പേര് ക്ലാസ്സിലുണ്ട്. യെസ്, പഠിക്കണം. കാനയും പഠിക്കാം. മാഷാ അല്ലാഹ്. ഓക്കെ, ഞാൻ കടുപ്പിച്ച് ചോദിച്ചുകൊണ്ടാണോ റിവിഷൻ ലാസ്റ്റ് മതി എന്നൊക്കെ പറയുന്നത്? ഓക്കെ, എന്തായാലും കാനയും കൂടെ പഠിക്കാം. എന്തായിരുന്നാലും ഞാൻ ചോദിച്ചു പോയല്ലോ എന്നതുകൊണ്ട്, ഉസ്താദ് ചോദിച്ചു പോയല്ലോ എന്നതുകൊണ്ട് യെസ് പറഞ്ഞവരുണ്ട്. പെട്ടെന്ന് യെസ് പറഞ്ഞവർ ഉക്കാശയെ പോലെയാണ്. സബഖക ബിഹ ഉക്കാശ എന്ന് പറഞ്ഞല്ലോ. ഉക്കാശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പറഞ്ഞു 70,000 പേർ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. ഉടൻ തന്നെ ഉക്കാശ എഴുന്നേറ്റ് പറഞ്ഞു, പ്രവാചകരെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്താൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, താങ്കൾ ആ കൂട്ടത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ആളും പറഞ്ഞു, പ്രവാചകരെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, സബഖക ബിഹ ഉക്കാശ എന്നാണ്. ഉക്കാശ നിങ്ങളെ മുൻകടന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 2 ആൻസർ എനിക്ക് കിട്ടിയത് ഗോ ഹെഡ് എന്നാണ്. അതനുസരത്തിലാണ് ഞാൻ ഗോ ഹെഡ് ചെയ്യുന്നത്. പിന്നീട് വന്നത് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ കുറേ പേര് ഗോ ഹെഡ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചു എന്ന് വരാം. ഓക്കെ, കാന
യു നോ ബെറ്റർ, ഐ നോ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇതുകൂടി പഠിക്കാം എന്നാണ്. ഇതല്ല കുറച്ചുകൂടി പഠിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സക്കീർ ഹുസൈൻ സാഹിബെ എന്തായാലും ഒരുപാട് റിവൈസ് ചെയ്യണം, പഠിക്കണം. അതായത് കീപ്പ് ഓൺ ലേണിംഗ് എങ്കിൽ മാത്രമേ നമ്മുടെ ലേണിംഗ് കപ്പാസിറ്റി നിലനിൽക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, സീനിയർ സിറ്റിസൺ, അതായത് നിങ്ങൾ റിട്ടയർഡ് ആയ ആൾക്കാരെക്കാളും കൂടുതൽ റിട്ടയർഡ് ആകാത്ത ആൾക്കാർ പഠിക്കുന്നു. അതായത് സീനിയേഴ്സ് തന്നെ നിയർലി റിട്ടയർഡ് ആയ ആൾക്കാർ, അതായത് റിട്ടയർഡ് ആകാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരും റിട്ടയർ ആയ ആൾക്കാരും തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല, 1-2 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസം വരും. പക്ഷേ റിട്ടയർ ആയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അതേസമയം റിട്ടയർഡ് ആകുന്നതിന് മുമ്പോ വളരെ തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ പോലും അവർക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ അനുഭവം. അതായത് അതേപോലെ നിങ്ങൾ കോളേജ് പഠിക്കുന്നവർ, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽസ്, ടെക്നോക്രാറ്റ്സ് ആയ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അവർ ഫുൾ ടൈം 8 hours ബിസി വർക്കാണ്. ഡോക്ടേഴ്സൊക്കെ 4-5 സർജറി ഒക്കെ കഴിഞ്ഞ ഉടനെ 12 സർജറി കഴിഞ്ഞ് വന്ന ഒരാൾ എൻ്റെ അടുത്ത് വഴുതക്കാട് വന്നിട്ട് പറഞ്ഞു, 12 സർജറി കഴിഞ്ഞിട്ട് വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ സർജറി മൈനർ ആയിരിക്കാം, മേജർ ആയിരിക്കാം, എന്തായിരുന്നാലും സൂക്ഷ്മത വേണ്ട കാര്യമാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കീപ്പ് ഓൺ ലേണിംഗ് സംതിങ്. എന്തെങ്കിലും ഒന്നിൽ ഹിന്ദി പഠിക്കുക, അല്ലെങ്കിൽ ഉറുദു പഠിക്കുക, അല്ലെങ്കിൽ അറബി പഠിക്കുക, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുക, അല്ലെങ്കിൽ ഖുർആൻ്റെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക, ചിന്തിക്കുക. അങ്ങനെ സംബന്ധിച്ച് ബ്രെയിൻ സ്റ്റോമിങ് നടന്നുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ സംഗതികൾ പഠിക്കാൻ പറ്റൂ. താരതമ്യേന ഞാൻ മനസ്സിലാക്കുന്നത്, താരതമ്യേന ഇപ്പോൾ ആക്ടിവിറ്റീസ്, വർക്കുകൾ, ഇൻവോൾവ്മെൻറ്റ്, ബിസി, തിരക്ക് കുറവാണ്. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, നൗ വി ആർ സ്റ്റാൻഡ് സ്റ്റിൽ, അവർ മൈൻഡ് ഈസ് സ്റ്റാൻഡ് സ്റ്റിൽ. അത് അങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ കിടന്നാൽ, കുളത്തിൽ ശുദ്ധജലം കെട്ടിക്കിടന്നാൽ എങ്ങനെ ഇരിക്കും എന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ശുദ്ധജലമാണ് കുളത്തിലുണ്ടാകുന്നത്, പക്ഷേ കുളത്തിൽ ആ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കുറേ നാൾ ഉപയോഗിക്കാതിരുന്നാൽ, ഒരു 2 വർഷം നിങ്ങൾ താമസം മാറി, നിങ്ങളുടെ വീട്ടിലൊരു കുളം ഉണ്ടായിരുന്നു, 2 വർഷം അല്ലെങ്കിൽ 1 വർഷം, അല്ല പോട്ടെ 6 മാസം അവിടെ നിങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ, പിന്നെ തിരിച്ചു വന്നാൽ ആ കുളം അതിലെ വെള്ളം വൃത്തികേടായിരിക്കും കിടക്കുക. അത് പട്ടിയോ കാക്കയോ കുളിച്ചതുകൊണ്ട് മാത്രമല്ല, അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഫ്രഷ് വെള്ളം വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലേ അത് അതിൻ്റെ ഫ്രഷ്നെസ് എപ്പോഴും സൂക്ഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരിക്കൽ കൂടി നിങ്ങളെ നാമവാക്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ജുംല ഇസ്മിയ, അൽ ജുംലത്തുൽ ഇസ്മിയ. ഇതിൽ ജുംല എന്ന വാക്ക് മാത്രമേ പുതിയ വാക്കുള്ളൂ. ജുംല എന്ന് പറഞ്ഞാൽ സെന്റൻസ് എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ പല വാക്കുകളും മലയാളത്തിൽ പറയുന്ന പല ഗ്രാമറിൽ ഉപയോഗിക്കുന്ന, മലയാളം വ്യാകരണത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും ഗ്രാമറിൽ മാത്രം ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഉദാഹരണം, കർത്താവ്, കർമ്മം, ക്രിയാധാതു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഗ്രാമറിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. അതേപോലെ ജുംല എന്ന് പറയുന്നത് ഗ്രാമറിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ജുംല എന്ന് പറഞ്ഞാൽ സെന്റൻസ് എന്നാണ്, വാക്യം. പക്ഷെ നമ്മൾ സംസാരത്തിൽ പോലും ജുംല എന്ന് പറയുന്നില്ല. കെലിമത്ത്, കലാം എന്നൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. അതേസമയം ജുംല എന്ന് പറഞ്ഞാൽ വാക്യം. അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മ എന്ന് പറഞ്ഞാൽ നാമം, ഇസ്മിയ എന്ന് പറഞ്ഞാൽ നാമത്തെ സംബന്ധിക്കുന്ന, അതായത് നാമവാക്യം. നമ്മൾ ഇന്ന പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു, നാമവാക്യം എന്ന് പറഞ്ഞാൽ നാമവാക്യത്തിന് 2 പാർട്ടുണ്ടാകും. നാമവാക്യത്തിന് 2 പാർട്ടുണ്ടാകും. ഒന്നാമത്തെ ഭാഗം, ഒന്നാമത്തെ പാർട്ട് എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു, അതാണ് ഒന്നാമത്തെ പാർട്ട്. അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു, ഇതാണ് രണ്ടാമത്തെ പാർട്ട്. ഇത് ഇന്നേക്കും സഹായകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നത്, റിവിഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അൽ ബുസ്താനു എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതാണ് അൽ ബുസ്താനു. അൽ ബുസ്താനെ കുറിച്ച് എന്ത് പറയുന്നു? ജമീലുൻ, ഭംഗിയുള്ളതാണ് എന്ന് പറയുന്നു. ഇതാണ് രണ്ടാമത്തെ പാർട്ട്. ഇതാണ് നാമവാക്യം. അപ്പം നാമവാക്യം വലുതാകാം, ചെറുതാകാം, പല ഭാഗങ്ങളുണ്ടാകാം. ചിലപ്പോൾ നാമവാക്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, നാമം കൊണ്ട് തുടങ്ങുന്നത് നാമവാക്യവും ക്രിയ കൊണ്ട് തുടങ്ങുന്നത് ക്രിയാവാക്യവുമാണ്. നാമവാക്യം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ, നാമം കൊണ്ട് തുടങ്ങുന്ന വാക്യം നാമവാക്യം. അതാണ് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഉത്തരം. ചിലപ്പോൾ നാമം കൊണ്ട് തുടങ്ങുകയും, ഇപ്പോൾ ഇവിടെ അൽ ബുസ്താനു എന്ന് പറയുന്ന ഒരു നാമമാണ്,
അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? ജമീലുൻ എന്ന് പറഞ്ഞു, സിംഗിൾ വേർഡാണ്, ഒറ്റ വാക്കാണ്. അതേസമയം ജമീലിനെ കുറിച്ച് വേറെ ഒരു വാക്യം കൊണ്ടുവന്ന് അതിനെന്ത് ചെയ്യാം? പൂർത്തീകരിക്കാം. അപ്പോൾ നാമവാക്യത്തിലെ ഒരു ഭാഗം ഒറ്റ പദവും രണ്ടാമത്തെ ഭാഗം ഒരു വാക്യവുമാകാം, ഒരു പദവുമാകാം, ഒരു വാക്യവുമാകാം, മറ്റൊരു വാക്യം. അപ്പൊ ആ വാക്യത്തിന് കർത്താവും കർമ്മവും ക്രിയയും അടങ്ങുന്ന ക്രിയാവാക്യമാകാം, ചിലപ്പോ നാമം, രണ്ട് നാമങ്ങൾ അടങ്ങിയ നാമവാക്യവും ആകാം. ഓക്കെ. അൽ ബുസ്താൻ ജമീലുൻ എന്നതിന് കാന വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്തിനെ കുറിച്ചാണോ പറയുന്നത് ആ നാമത്തിന് ലമ്മ് സ്ഥിരപ്പെടുത്തണം. ആ നാമത്തെക്കുറിച്ച് എന്ത് പറയുന്നു അതിന് ഫത്തഹ് കൊടുക്കണം അവസാനം. നേരത്തെ ഇന്നയ്ക്ക് എന്ത് പറഞ്ഞു? ഇന്ന ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത് എന്തിനെ കുറിച്ചാണോ അതിന് ഫത്തഹ് കൊടുക്കണം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതിന് ലമ്മ് സ്ഥിരപ്പെടുത്തണം. ലമ്മ് സ്ഥിരപ്പെടുത്തണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ? എല്ലാ നാമവും അവസാനിക്കുന്നത് ലമ്മിലാണ്. വലതുൻ, കൽബുൻ, ദൽബുൻ എപ്പോഴും പറയുന്നതാണ്. വലതുൻ കുട്ടി, കൽബുൻ പട്ടി, ദൽബുൻ തൊട്ടി. അപ്പോൾ എല്ലാത്തിലും എന്തുണ്ട്? രണ്ട് ലമ്മുണ്ട്, ലമ്മ് തൻവീനുണ്ട്. അപ്പോൾ നാമങ്ങൾ അവസാനിക്കുന്നത് ലമ്മിലാണ്. അതുകൊണ്ടാണ് ലമ്മ് സ്ഥിരപ്പെടുത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന വന്നപ്പോഴെന്ത് ചെയ്തു? ഇന്ന ഉപയോഗിച്ച് പറയുന്നത് എന്തിനെ കുറിച്ചാണോ അതിന് ഫത്തഹ് കൊടുക്കുകയും അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞുവോ അതിന് ലമ്മ് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഇന്നല്ലാഹ സമീഉൻ, ഇന്നല്ലാഹ ഗഫൂറുൻ എന്ന് പറഞ്ഞു. അതേസമയം കാനയാണെങ്കിലോ, കാന വന്നു കഴിഞ്ഞാൽ കാനൽ ബുസ്താനു ജമീലൻ. ഏറ്റവും എളുപ്പം നമ്മൾ ഖുർആനിലെ വാക്യങ്ങൾ തന്നെ മനഃപ്പാഠമാക്കുന്നതാണ്. നോക്കാം. കാന ഇല്ലാത്ത വാക്യം, വല്ലാഹു ബിമാ തഅമലൂന ബസീർ. വല്ലാഹു അല്ലെങ്കിൽ അല്ലാഹു, വാ ഉണ്ടായിരുന്നാലും ഇല്ലായിരുന്നാലും പ്രശ്നമില്ല ഈ ഗ്രാമർ നിയമത്തെ സംബന്ധിച്ച്. അതേസമയം ഞാൻ കോപ്പി ചെയ്തപ്പോൾ ആ ഭാഗത്തിൽ വായുണ്ട്, അതുകൊണ്ട് വാ മുറിച്ചു മാറ്റാൻ പറ്റില്ല. ഒരു പദത്തിൽ വായ ഉണ്ടെങ്കിൽ വായ മുറിച്ചു മാറ്റാൻ പറ്റില്ല. കാരണം എന്താണ്? വാ തൊട്ടടുത്ത വാക്കിനോട് ചേർന്നിരിക്കുന്നതാണ്, ഇത്തിൽ പോലെയാണ്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അപ്പോൾ വല്ലാഹു എന്നത് അള്ളാഹുനെ എന്ന നാമത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ഈ വാക്യത്തെ കുറിച്ച് പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു എന്ന നാമത്തിന് ലമ്മാണുള്ളത്. അള്ളാഹുവിന്റെ നാമത്തെ കുറിച്ച് എന്ത് പറയുന്നു? ബസീർ ആണ് എന്ന് പറയുന്നു. അപ്പോൾ ബസീറിനും ലമ്മാണുള്ളത്. കാരണം എന്താണ്? ലമ്മ് മാറുന്ന അവസ്ഥയിൽ കാനയോ ഇന്നയോ ഒന്നും ഇവിടെ കടന്നുകൂടിയിട്ടില്ല. ലമ്മ് മാറുന്ന, അതായത് അഡീഷണൽ നിയമങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് വല്ലാഹു ബസീറുൻ എന്നാണ് ആ സെന്റൻസ്. ബിമാ തഅമലൂന എന്നത് അതിന്റെ വിശദീകരണമാണ്. അള്ളാഹു കാണുന്നവനാണ്, നന്നായി കാണുന്നവനാണ്. എന്ത് നന്നായി കാണുന്നവനാണ്? ബിമാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി. അതാണ് കാനയോ ഇന്നയോ ഇല്ലാത്ത വാക്യം. അതിൽ കാന വന്നു കഴിഞ്ഞാൽ കാനല്ലാഹു. അപ്പോ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു എന്ന നാമത്തിന് എന്ത് ചെയ്തു? ലമ്മ് സ്ഥിരപ്പെടുത്തി. ലമ്മ് നേരത്തെ ഉണ്ട്, അപ്പൊ ലമ്മ് കൊടുത്തു നമുക്ക് പറയാൻ പറ്റില്ല. ലമ്മ് നേരത്തെ ഉണ്ട്, അതുകൊണ്ട് ലമ്മ് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ലമ്മ് സ്ഥിരപ്പെടുത്തി. ബിമാ തഅമലൂന ബസീറൻ. അപ്പോൾ കാന ഉപയോഗിച്ച് അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു എന്ന നാമത്തിന് ലമ്മ് സ്ഥിരപ്പെടുത്തുകയും ആ അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറയുന്നു? ബസീറാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബസീറിന് ഫത്തഹ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ബസീറിന് യഥാർത്ഥത്തിൽ എന്താണുള്ളത്? ലമ്മ് തൻവീനാണുള്ളത്. തൻവീൻ മാറാനുള്ള കാരണമൊന്നും വന്നിട്ടില്ല. അൽ വന്നാൽ തൻവീൻ പോകും. അതേപോലെ വേറെ എന്തെങ്കിലും ഇളാഫത്ത് വന്നാൽ തൻവീൻ പോകും. അങ്ങനെ തൻവീൻ പോകേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തൻവീൻ അവിടെയുണ്ട്. കാന വന്നത് കൊണ്ട് എന്താണ് വന്നത്? ഫത്തഹാണ് പുതിയതായിട്ട് വന്നത്. കാനല്ലാഹു ബിമാ തഅമലൂന ബസീറ. ഈ രണ്ട് സെൻറ്റൻസും, അതായത് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ എന്നതും കാനല്ലാഹു ബിമാ തഅമലൂന ബസീറ എന്നതും പഠിച്ചു വെച്ചിരുന്നാൽ കാനയും ഇന്നയും ഉറപ്പായി.
ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ. ഒന്നുമില്ലാത്തത്, മറ്റൊന്നുമില്ലാത്ത ഉദാഹരണം, വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. വല്ലാഹു ഗഫൂർ എന്നതാണ് വാക്യം. അതിന്റെ കൂടെ ഒരു വിശദീകരണങ്ങൾ കൊടുത്താണ് റഹീം. കാന വന്നപ്പോൾ വകാന അല്ലാഹു ഗഫൂറർ റഹീമ, വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഇത് നിങ്ങൾ സ്വർണ്ണപ്പതക്കം സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഇത് അനിവാര്യമായും അറിഞ്ഞിരിക്കണം. ഗോൾഡൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേ ഇത് അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. ഇത് പഠിക്കാതെ പോയാൽ ഒരു നഷ്ടം തന്നെയായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇതിൽ പഠിപ്പിക്കാം എന്ന് വിചാരിച്ചത്. ഞാൻ നോക്കുമ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം റിവിഷനാണ് എടുത്തിരിക്കുന്നത്. എല്ലാ ആഴ്ചയും റിവിഷൻ എടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കാനല്ലാഹു ഗഫൂറർ റഹീമ. അപ്പോൾ കാന ഉപയോഗിച്ചു. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു എന്ന നാമത്തിന് ലമ്മ് സ്ഥിരപ്പെടുത്തി. അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറയുന്നു? ഗഫൂർ ആണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഗഫൂറിനെ എന്ത് ചെയ്തു? ഫത്തഹ കൊടുത്തു. പിന്നീട് അതിനോട് ഉപോദ്ബലകമായിട്ടാണ് മറ്റൊരു നാമം കൂടി, മറ്റൊരു വിശേഷണം കൂടി ചേർക്കുന്നത്, മറ്റൊരു വിവരം കൂടി ചേർക്കുന്നത്. അതെന്താണ്? റഹീം ആണ് എന്നാണ്. മറ്റൊരു ഇൻഫർമേഷനാണ് കേട്ടോ. ഇത് വിശേഷണം എന്നല്ല പറയുക, ഇൻഫർമേഷനാണ്. അള്ളാഹിനെ കുറിച്ച് എന്ത് ഇൻഫർമേഷനാണ് തരുന്നത്? ഗഫൂറുമാണ്, റഹീമുമാണ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ഗഫൂറിന് ഫത്തഹ് തൻവീൻ കൊടുത്തു, ഫത്തഹ് കൊടുത്തു. അതിനോടനുബന്ധിച്ച് റഹീമിനെ പറയുന്നത് കൊണ്ട് അതിനും എന്ത് ചെയ്തു? ഫത്തഹ് കൊടുത്തു. വല്ലാഹു അലീമുൻ ഹക്കീം. ഇതെല്ലാം നിങ്ങൾ ഖുർആനിൽ തന്നെ ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. വളരെ സമയമെടുത്ത് നമ്മൾ തിരഞ്ഞെടുത്താണ് ഇത്. വല്ലാഹു അലീമുൻ ഹക്കീം ഇങ്ങനെ തന്നെ ഉണ്ട് ഖുർആനിൽ. ഏതോ 26ാമത്തെ സൂക്തമാണ്, മിക്കവാറും അൽ ബക്കറിലാകാനാണ് സാധ്യത. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹു ഏറെ എല്ലാം നന്നായി അറിയുന്നവനും യുക്തിമാനുമാണ്. വകാന അല്ലാഹു അലീമൻ ഹക്കീമ. വകാന അല്ലാഹു അലീമൻ ഹക്കീമ. കാന വന്നപ്പോഴെന്തായി? കാന വന്നപ്പോൾ കാന ഉപയോഗിച്ച് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. അതുകൊണ്ട് അള്ളാഹു എന്ന നാമത്തിന്റെ അവസാനം ലമ്മ് സ്ഥിരപ്പെടുത്തി. അള്ളാഹുവിനെ കുറിച്ച് എന്ത് വിവരമാണ് തരുന്നത്? അലീമാണ് എന്ന വിവരമാണ് തരുന്നത്. അതുകൊണ്ട് കാന വന്നിട്ടുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? അതിന് അലീമിന് ഫത്ഹ് കൊടുത്തു. നേരത്തെ തന്നെ അതിന് തൻവീൻ ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോഴും തൻവീനുണ്ട്. കാന അല്ലാഹു അലീമൻ ഹകീമ. അപ്പൊ ഇത് ഖുർആൻ മനഃപ്പാടമാക്കാൻ എത്രത്തോളം ഉപയുക്തമാണ് എന്ന് നോക്കണം. യഥാർത്ഥത്തിൽ ഹിഫ്ള് പഠിക്കുന്നവരെല്ലാം അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കണം. പഠിച്ചിട്ട് ഹിഫ്ള് പഠിച്ചു അതോടൊപ്പം ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിൽ തന്നെ നിൽക്കും. വല്ലാഹു അലീമൻ ഹക്കീം, വല്ലാഹു അലീമൻ ഹക്കീമാണോ എന്ന് അപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കാനല്ലാഹു അലീമൻ ഹക്കീമൻ ആണ് എന്ന് ഉടനെ തന്നെ ചിന്തിക്കണം. ഇന്നയാണ് വരുന്നതെങ്കിൽ ഇന്നല്ലാഹ അലീമുൻ ഹക്കീം എന്നായിരിക്കും വരിക. അടുത്തത് വകാന അംറുല്ലാഹി മഫ്ഊല. വകാന അംറുല്ലാഹി മഫ്ഊല. അള്ളാഹുവിന്റെ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കപ്പെടുന്നതാണ്, പ്രവർത്തിക്കപ്പെടുന്നതാണ്. മഫ്ഊല. വകാനൽ ഇൻസാനു അജൂല. കാന വന്നപ്പോ എന്തായി? കാനൽ ഇൻസാനു അജൂല. ഇവിടെയും കാന വന്നു. കാന അംറുല്ലാഹി. അപ്പൊ കാന ഉപയോഗിച്ച് മൂന്നാമത്തെ ഉദാഹരണത്തില് കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? അംറിനെ കുറിച്ചാണ് പറഞ്ഞത്. അംറിനെ കുറിച്ചാണ് പറഞ്ഞത്. അംറുല്ലാഹി എന്നത് എന്താണ്? അംറിന്റെ വിശദീകരണമാണ്. ഏത് അംറിനെ കുറിച്ചാണ് പറഞ്ഞത്? ഏത് കൽപ്പനയെ കുറിച്ചാണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ കൽപ്പനയെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോ ഒന്നാമത്തെ പദമാണ് ഇവിടെ ജുംല ഇസ്മിയയിൽ പെട്ടത്. രണ്ടാമത്തെ പദം എന്താണ്? അംർ കഴിഞ്ഞിട്ട് അടുത്ത പദം എന്താണ്? അതിന്റെ വിശദീകരണമാണ്. അത് കഴിഞ്ഞിട്ട് ജുംല ഇസ്മിയയുടെ രണ്ടാം ഭാഗം, അതിനെക്കുറിച്ച് അംറിനെ കുറിച്ച് എന്ത് പറയുന്നു? അംറിനെ കുറിച്ച് എന്ത് ഇൻഫർമേഷനാണ് തരുന്നത്? മഫ്ഊലാണ് എന്ന ഇൻഫർമേഷനാണ് തരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? മഫ്ഊലിന് ഫത്ഹ് കൊടുത്തു. അതേപോലെ വകാനൽ ഇൻസാനു അജൂല. വകാനൽ ഇൻസാനു അജൂല. ബനീ ഇസ്രായേൽ അധ്യായം. കാന വന്നതുകൊണ്ട് കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇൻസാനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇൻസാനിന് അവസാനം ലമ്മ് സ്ഥിരപ്പെടുത്തി. ഇൻസാനെ കുറിച്ച് എന്ത് പറയുന്നു? അജൂലാണ്, ധൃതിക്കാരനാണ് എന്ന് പറയുന്നു.
ധൃതിക്കാരനാണ്, മനുഷ്യൻ ധൃതിക്കാരനാണ്. വേഗം വേഗം പഠിച്ചു തീർക്കണം. ആദ്യത്തെ ആൾ രണ്ടാമത്തെ ആൾ പറഞ്ഞതുപോലെ വേഗം വേഗം പഠിച്ചു തീർക്കണം എന്നതാണ് മനുഷ്യന്റെ അവസ്ഥ. അതല്ല പതുക്കെ പതുക്കെ പഠിക്കണമെന്നല്ല കേട്ടോ. പതുക്കെ പതുക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. ലേറ്റർ വരട്ടെ, പതുക്കെ, അടുത്ത ഇനിയും ക്ലാസ് ഉണ്ടല്ലോ, ഉസ്താദ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ഓൺലൈൻ ക്ലാസ് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് കാൻ ഇൻസാൻ അജൂല എന്ന് പറയുന്നത് ഈ വിജ്ഞാനത്തെ കുറിച്ചല്ല കേട്ടോ. അതായത് മനുഷ്യൻ കിട്ടും പണമെന്ന് കേട്ടാൽ ഇപ്പോൾ മനുഷ്യൻക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയല്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ കിട്ടണം എന്ന് ഉള്ള ചിന്താഗതിയാണ്. എല്ലാ സംഗതിയും ധൃതിയിൽ കിട്ടണം എന്ന സംഗതിയാണ് എല്ലാത്തിലും ഉള്ളത്. ശരിയല്ലേ? ക്ലാസിന്റെ കാര്യമായിട്ട് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, നമുക്ക് പിന്നീടാകാം എന്ന് പറയുന്നത്. ഈ പിന്നീടാകാം എന്ന് പറയുന്നതിൽ വേറെ ഒരു ദോഷം കൂടി ഉണ്ട് കേട്ടോ. അതായത് പഠിക്കുമ്പോൾ നമ്മൾ സ്പീഡിൽ തന്നെ പഠിക്കണം, വേഗത്തിൽ പഠിക്കണം, ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലേണിംഗ് എന്ത് ചെയ്യണം, ലാഗ് ചെയ്യാൻ പാടില്ല. ലാഗ് ചെയ്താൽ അതിനിടയ്ക്ക് വേറെ സംഗതി കയറിപ്പോകും. ഓക്കെ, കാനൽ ഇൻസാനു അജൂല, കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഇൻസാനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇൻസാനിന് അവസാനം ലമ്മ് സ്ഥിരപ്പെടുത്തി. ഇൻസാനിനെ കുറിച്ച് എന്ത് പറഞ്ഞു? അജൂലാണ് എന്ന് പറഞ്ഞു, ധൃതിക്കാരനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അജൂലിന് 10 കൊടുത്തു. മാ കാന ഇബ്രാഹീമു യഹൂദിയ്യ, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യ. കാന ഉപയോഗിച്ച് ആരെ കുറിച്ചാണ് പറയുന്നത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. കാനയും ഉപയോഗിച്ച് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എന്തല്ലെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷനാണ് തരുന്നത്? ഇവിടെ കാനയുടെ കൂടെ എന്തുണ്ട്? മായുണ്ട്. മാക്കാന ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആയിരുന്നില്ല യഹൂദിയൻ, ഒരു ജൂതനായിരുന്നില്ല. ലാക്കിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അദ്ദേഹം നിർജ്ജുമാനസനായ ഒരു മുസ്ലിം ആയിരുന്നു എന്നാണ്. കാനൻ നാസു ഉമ്മത്തൻ വാഹിദത്തൻ, കാനൻ നാസു ഉമ്മത്തൻ വാഹിദത്തൻ. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറഞ്ഞു? നാസിനെ കുറിച്ച് പറഞ്ഞു. നാസിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഉമ്മത്താണ് എന്ന് പറഞ്ഞു. 4-ാമത്തേലെ പാർട്ട് 1 മാക്കാന ഇബ്രാഹിമു, ഇബ്രാഹിമിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇബ്രാഹിമിന് ലമ്മ സ്ഥിരപ്പെടുത്തി. ഇബ്രാഹിം എന്തല്ല എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇബ്രാഹിമിനെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ തന്നത്? യഹൂദിയല്ല എന്ന ഇൻഫർമേഷനാണ് തന്നത്. മാ മുൻകടന്നത് കൊണ്ട് യഹൂദി അല്ല എന്ന്. അപ്പൊ അതിനുകൊണ്ട് ആ യഹൂദിയൻ എന്ന പദത്തിന് എന്ത് കൊടുത്തു? 10 കൊടുത്തു. കാനൻ നാസു, നാസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് കാന മുൻകിടന്നത് കൊണ്ട്, അവിടെ കാന മുൻകിടന്നത് കൊണ്ട് നാസിന് ലമ്മ കൊടുത്തു. നാസ് എന്താണെന്നാണ് പറഞ്ഞത്? ഉമ്മത്താണ് എന്നാണെന്ന് പറഞ്ഞത്. കാനൻ നാസു ഉമ്മത്തൻ വാഹിദത്തൻ, മനുഷ്യന്മാരെല്ലാം ഒരൊറ്റ സമുദായമായിരുന്നു, ഒരൊറ്റ സമൂഹമായിരുന്നു. ഇനി കാന ഉപയോഗിച്ച് പറയുമ്പോൾ ദീർഘമായ ഒരു ആയത്ത് ആണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ കാന ഉപയോഗിച്ച് പറയുന്നിടത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെ എല്ലാം കുറിച്ചാണ് പറയുന്നത്, അതിനെല്ലാത്തിനും എന്താണ്? ലമ്മ സ്ഥിരപ്പെടുത്തുകയാണ്. എന്താണ്? ഖുൽ ഇൻ, ഇൻ എങ്കിൽ, കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമുഹ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ വ മസാകിനു തർദൗനഹ. അപ്പൊ എന്താണ് പറഞ്ഞത്? ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കളും, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കളും, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരന്മാരും, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകളും, വ അശീറത്തുക്കും, നിങ്ങളുടെ ബന്ധുമിത്രാദികളും, വ അംവാലുൻ, നിങ്ങളുടെ പണവും, നിങ്ങളുടെ പണം, ഇഖ്തറഫ്തുമുഹ, മൺവെട്ടി രൂപത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെട്ടിക്കൂട്ടി വലിച്ചു വാരി കൂട്ടി വെച്ചിരിക്കുന്ന, ഇഖ്തറഫ്തുമുഹ, വലിച്ചു വാരി കൂട്ടി വെച്ചിരിക്കുന്ന പണവും, വ തിജാറത്തുൻ, കച്ചവട സാധനങ്ങളും, തിജാറത്തുൻ, കച്ചവടവും, തഖ്ശൗന കസാദഹ, അത് മാന്ദ്യം സംഭവിച്ചു പോകും, കച്ചവടത്തിന് മാന്ദ്യം സംഭവിച്ചു പോകും എന്ന് നിങ്ങൾ പേടിക്കുന്ന കച്ചവടവും, വ മസാകിനു, താമസ സ്ഥലങ്ങളും, തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന. ഇതിനെല്ലാത്തിനും എന്ത് ചെയ്തു? കാന മുൻകടന്നത് കൊണ്ട് എല്ലാത്തിനും ലമ്മ കൊടുത്തു. കാരണം കാന ഉപയോഗിച്ച് ഒന്നാണ് പറയുന്നത് കേട്ടോ. ബാക്കി എല്ലാത്തിനും ആബാഉക്കും എന്നതാണ് കാന ഉപയോഗിച്ച് ഡയർക്കെതിരെ പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? വാ ഉപയോഗിച്ചത് കൊണ്ട് കാനയുടെ അതേ നിയമം ബാധകമാവുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് കാന ഉപയോഗിച്ച് കാനയുടെ ശേഷം വരുന്ന ഒരു നാമത്തിനാണ് കാനയുടെ നാമം ബാധകമാകുന്നത്, കാനയുടെ നിയമം ബാധകമാകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വാ ഉപയോഗിച്ചാൽ തൊട്ട് മുമ്പുള്ളത് നിയമത്തിന് ഇതിനോട് എന്ത് ചെയ്യും, ബാധകമാകും. കാരണം അവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി സപ്ലൈ എടുക്കുന്ന പോലെയാണ്. പോസിറ്റീവിലാണ് കൊണ്ടുവച്ചെങ്കിൽ പോസിറ്റീവ് കിട്ടും, നെഗറ്റീവിലാണ് കൊണ്ടുവച്ചെങ്കിൽ നെഗറ്റീവ് കിട്ടും എന്ന് പറയുന്നത് പോലെ അവിടെ ആബാക്കും ലമ്മുള്ളവരാണ് കൊണ്ട് ചേർത്തതെങ്കിൽ എന്ത് ചെയ്യും, ലമ്മ് കിട്ടും. അപ്പോൾ കാന ആബാഉ വഅബ്നാഉ വഇഖ്വാനു വഅസ്വാജു വഅശിറത്തു വഅംവാലു ഇഫ്താർ കഴിഞ്ഞിട്ട് തിജാറത്തും പിന്നെ മസാക്കിനും എല്ലാത്തിനും എന്താണ് ലം. ഇവയെല്ലാമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവയെക്കുറിച്ച് എന്ത് പറയുന്നു, അഹബ്ബാണ് എന്ന് പറയുന്നു. അഹബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവ എന്താണെന്ന് പറഞ്ഞു, അഹബ്ബാണെന്ന്. അപ്പൊ നമ്മൾ ഇത് ഹിഫ്ളാക്കാൻ എന്താണ്, ഇതറിഞ്ഞാൽ കൃത്യമായി നമുക്ക് ഹിഫ്ളാക്കാൻ പറ്റും. ഇതുവരെ നമ്മൾ പഠിച്ചത് ഖുർആൻ അങ്ങനെ തന്നെ ഖുർആൻ എഴുതി വെച്ചിരിക്കുന്നു, അതിന്റെ മീനിങ് ആണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ ഫത്തഹാണോ കസ്റാണോ ലമ്മാണോ നമ്മൾ പഠിക്കാൻ പറഞ്ഞില്ല. മുസ്ലിമീനാണ് ഓക്കെ, മുസ്ലിമീന, മുസ്ലിമൂനാണെങ്കിൽ മുസ്ലിമൂന. നമ്മൾ ആദ്യം പഠിച്ചെന്താ, മുസ്ലിമൂനായിരുന്നാലും മുസ്ലിമീനായിരുന്നാലും ഒന്ന് തന്നെയാണെന്ന് പഠിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ, മുസ്ലിമൂന എന്ന് പറഞ്ഞപ്പോൾ ലമ്മ് ചെയ്യപ്പെട്ടതാണ്, മുസ്ലിമീന എന്ന് പറഞ്ഞപ്പോൾ ഒന്നുകിൽ ഫത്തഹ ചെയ്യപ്പെട്ടതാണ് അല്ലെങ്കിൽ കസ്ർ ചെയ്യപ്പെട്ടതാണെന്ന് മനസ്സിലായി. അതേപോലെ ഇവിടെ അഹബ്ബ എന്ന് തന്നെ വരണം. കാരണം എന്താണ്, നേരത്തെ പറഞ്ഞതുപോലെ കാന ഉപയോഗിച്ച് ആ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ആബാഹിനെ കുറിച്ചാണ് പറഞ്ഞത്. ആബ എന്താണെന്നാണ് പറഞ്ഞത്, അഹബ്ബാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അഹബിന് എന്ത് കൊടുക്കണം, ഫത്തഹ് കൊടുക്കണം. ഇനി കാന ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞതെല്ലാം പോസിറ്റീവാണ്, ഒരെണ്ണം നെഗറ്റീവ് വന്നു. മാക്കാന ഇബ്രാഹിം എന്ന് വന്നത് നെഗറ്റീവ് വന്നു, ബാക്കിയെല്ലാം എന്താണ്, പോസിറ്റീവാണ് വന്നത്. അപ്പോൾ പോസിറ്റീവ് വരുന്ന അതേ നിയമം തന്നെ നെഗറ്റീവിലും വരും. അപ്പോൾ മാ വന്നപ്പോഴും എന്തായി, മാക്കാന ഇബ്രാഹിമു ലമ്മ കൊടുത്തു. അവസാനത്തിന് ആ ഇബ്രാഹിമിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നത്, യഹൂദിയല്ല എന്ന് പറഞ്ഞിടത്ത് യഹൂദിക്ക് എന്ത് കൊടുത്തു, ഫത്തഹ് കൊടുത്തു. അപ്പോൾ കാനയുടെ നിയമം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കിട്ടും. അതിന് നെഗറ്റീവ് ആയതിന് ഉദാഹരണം വമാ കാനൽ മുഅ്മിനൂന ലിയൻഫിറു കാഫത്തൻ, വമാ കാനൽ മുഅ്മിനൂന. അപ്പോൾ കാനയ്ക്ക് ശേഷം ആരെ കുറിച്ചാണ് പറയുന്നത്, മുഅ്മിനീനുകളെ കുറിച്ചാണ് പറയുന്നത്. മുഅ്മിൻ എന്ത് കൊടുത്തു, ലം കൊടുത്തു. ലമ്മിന്റെ അടയാളം ഊനയാണ്. ലിയൻഫിറു എന്നത് അതിന്റെ വിശദീകരണമാണ്. എങ്ങനെ, കാഫത്തൻ അതെന്താണ്, അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു, കൂട്ടായിട്ട് ഒറ്റയ്ക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് സത്യവിശ്വാസികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് യുദ്ധത്തിന് പുറപ്പെടേണ്ടതില്ലായിരുന്നു. കാഫത്തൻ, ഓരോരുത്തരും, ചിലരെ കുറച്ച് ഡോക്ടർ നമുക്ക് ആവശ്യമുണ്ട്, അവർ ഡോക്ടറിന്റെ മേഖലയിൽ പോകണം. കുറച്ച് അധ്യാപകരെ ആവശ്യമുണ്ട്, അവർ അധ്യാപനത്തിന്റെ മേഖലയിൽ പോകണം. ചില ചിന്തകന്മാരെ ആവശ്യമുണ്ട്, അവർ ചിന്തകന്മാരുടെ മേഖലയിൽ പോകണം. എല്ലാവരും ധീര സമരത്തിന് പോകേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. കാന അക്സറുഹും മുശ്രിക്കീൻ, കാന അക്സറുഹും മുശ്രിക്കീൻ. അപ്പൊ ഇവിടെ കാനയ്ക്ക് ശേഷം ലമ്മ് വന്നതിന്റെ ഉദാഹരണമാണ് മാ കാന അൽ മുഅ്മിനൂന. ഇവിടെ കാന അക്സറുഹും മുശ്രിക്കീൻ, കാനയ്ക്ക് ശേഷം വരുന്ന അല്ലെ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു, അതിന് ലമ്മുണ്ട്. ഇവിടെ അക്സറിന് ലമ്മുണ്ട്. പിന്നെ മുശ്രിക്കീൻ, അവരെ കുറിച്ച് എന്താണ് പറഞ്ഞത്, അവരിലധിക പേരും എന്താണെന്നാണ് പറഞ്ഞത്, മുശ്രിക്കുകളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെന്ത് വേണം, ഫത്തഹ് വേണം. ഫത്തഹ് ഉണ്ടോ ഇവിടെ, ഫത്തഹ് ഉണ്ട്. അതിന്റെ അടയാളം എന്താണ്, ഈനയാണ്. ഫത്തഹ് ചെയ്യപ്പെട്ടപ്പോൾ എന്തായി, മുശ്രിക്കീന എന്നായി. മുശ്രിക്കൂന എന്നത് മുശ്രിക്കീന എന്നായി. അതേപോലെ ഒമാക്കാന അക്സറുഹും മുഅ്മിനീൻ, അവിടെ എന്തായി, കാനയ്ക്ക് വന്നപ്പോൾ കാന ഉപയോഗിച്ച് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്, അക്സറിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിന് ലമ്മ കൊടുത്തു. അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു, മുഅ്മിനീൻ അല്ല എന്ന് പറഞ്ഞു. കേട്ടോ, മുഅ്മിനീൻ അല്ല എന്ന് പറഞ്ഞു, സത്യവിശ്വാസികൾ. അപ്പൊ അവിടെ എന്തായി, മുഅ്മിനീന് ഫത്തഹ് കൊടുക്കണം. അവിടെ ഫത്തഹ് കൊടുത്തത് എങ്ങനെയാണ്, ഈനയുടെ രൂപത്തിലാണ് ഫത്തഹ് കൊടുത്തത്. ഇവിടെ രണ്ട് പദങ്ങൾ ഞാൻ സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് വളരെ ബുദ്ധിപൂർവ്വമാണ് സെലക്ട് ചെയ്തത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്, കാന അക്സറുഹും മുശ്രിക്കീൻ,
നമ്മൾ വിചാരിക്കും ബഹുഭൂരിപക്ഷം എങ്ങനെ പോകുന്നു അതേപോലെ നമ്മൾ പോയാൽ പോരെന്ന് വിചാരിക്കും. അത് തെറ്റാണ്. എന്താണ്? അക്സർ നാസ് ലാ യഅഖിലൂൻ. ഭൂരിപക്ഷം എന്താണ്? ഭൂരിപക്ഷം ചിന്തിക്കാത്തവരാണെന്നാണ്. ഭൂരിപക്ഷം ചിന്തിക്കാത്തവരാണ്. അപ്പൊ എപ്പോഴും ഭൂരിപക്ഷത്തെ നോക്കിക്കൊണ്ടല്ല കാര്യങ്ങൾ നിലപാട് സ്വീകരിക്കേണ്ടത്. മറിച്ച് എന്താണ്? സത്യവും ധർമ്മവും നീതിയും ന്യായവും ഏത് ഭാഗത്താണ് നിൽക്കുന്നത് അത് നോക്കിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. കാരണം അക്സറുഹും മുശ്രിക്കീൻ. അപ്പൊ അധിക പേരും എന്തായിരുന്നു? ബഹുദൈവ വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബഹുദൈവ വിശ്വാസികളായേണ്ട കാര്യമില്ല. അതേപോലെ വമാ കാന അക്സറുഹും മുഅ്മിനീൻ, അവരുടെ അധിക പേരും വിശ്വാസികളായിരുന്നില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അധിക പേരും വിശ്വാസികളല്ലാത്തതുകൊണ്ട് നമ്മളും വിശ്വാസികളല്ലാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ വിശ്വാസിയാകണമെന്ന് നമ്മൾ സത്യത്തോടും ധർമ്മത്തോടും നീതിയോടും നിരക്കുന്നത് ഏതാണ് അതിൽ നമ്മൾ നിൽക്കണം. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. ഇവിടെ എടുത്തു ചേർത്തത്, ഉദാഹരണം എടുത്തു ചേർത്തത് എന്തിനാണ്? മുഅ്മിനീനയ്ക്ക് ഫത്ഹ ചെയ്യപ്പെട്ടപ്പോൾ ഈന വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഉദാഹരണം എടുത്ത് പറയുമ്പോഴും വേണമല്ലോ അതിലൊരു ഗുണപാഠം. പിന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇന്നഹു കാന തവ്വാബ, ഇന്നഹു കാന തവ്വാബ. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നത്. എന്ത്? കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ലമ്മ് സ്ഥിരപ്പെടുത്തണം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതിന് ഫത്ഹ കൊടുക്കണം. ഇങ്ങനെ തന്നെ നിർവചനം പഠിച്ചു വെക്കണം. ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ഫത്ഹ കൊടുക്കണം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതിന് ലമ്മ് കൊടുക്കണം. അതാണ് ഇന്നയുടെ നിയമം. കാന വന്നു കഴിഞ്ഞാൽ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറയുന്നു അതിന് ലമ്മ് കൊടുക്കണം. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അതിന് ഫത്ഹ കൊടുക്കണം. ഇതാണ് കാനയുടെ നിയമം. അതല്ലാതെ കാന കഴിഞ്ഞ ഉടനെ വരുന്നതിന് ലമ്മുണ്ടായിരിക്കണം എന്ന് വിചാരിക്കാൻ പാടില്ല. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ചിന്തിച്ച് തല കൊണ്ടാക്കിയിട്ടുണ്ട്. കാരണം പഠിച്ചിടത്തെല്ലാം എന്താണ് പറഞ്ഞത്? കാനയ്ക്ക് ശേഷം വരുന്നതിന് ലമ്മ് വരും, ഇന്നയ്ക്ക് ശേഷം വരുന്നതിന് ഫത്ഹ വരും. അപ്പൊ ഈ കാന തവ്വാബ എങ്ങനെ വന്നു? കാന തവ്വാബ എന്ന് പറഞ്ഞ് കാനയ്ക്ക് ശേഷം വന്നതിന് എങ്ങനെ ഫത്ഹ വന്നു? അങ്ങനെ അവസാനം പിന്നെ നമ്മൾ ഇതേ രീതിയിൽ പഠിച്ചപ്പോൾ എന്തായി? ശരിയായി. ഇതേ രീതിയിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ. എന്താണ്? ഇന്നഹു, തീർച്ചയായും അവൻ, കാന, അവൻ ആകുന്നു, അവൻ ആകുന്നു. അപ്പൊ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഹുവയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹുവ അല്ലെ? കാനയുടെ അകത്തുള്ള സർവനാമമാണ് അതിന്റെ കർത്താവ്. ഇന്നഹു, അതായത് ഹുവയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാന ഹുവ, കാന ഹുവ എന്നല്ലേ? കാന എന്ന് പറഞ്ഞാൽ അവൻ ആയിരുന്നു എന്നാണല്ലോ, അല്ലെങ്കിൽ അവൻ ആകുന്നു എന്നാണ്. അപ്പൊ കാന ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് ഹുവയെ കുറിച്ചാണ്. ഹുവയെ കുറിച്ച് എന്ത് പറഞ്ഞു? തവ്വാബാണെന്ന് പറഞ്ഞു. അപ്പോ തവ്വാബിന് എന്ത് ചെയ്തു? ഫത്ഹ കൊടുത്തു. ഹുവ ഇവിടെ കാണാത്തത് കൊണ്ട് അവിടെ ലമ്മ് കൊടുക്കുന്ന പ്രശ്നമില്ല. കാണാത്തതിന് ലമ്മ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ലമ്മ് കൊടുക്കണം. കാരണം എന്താണ്? പിന്നെ വേറെ നിയമം വരുമ്പോൾ സാങ്കല്പികമായ ലമ്മ് കൊടുത്തായിരുന്നു നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഓക്കെ. കാനയ്ക്ക് സാങ്കല്പികമായി, കാനയുടെ അകത്തുള്ള ഹുവയ്ക്ക് സാങ്കല്പികമായ ലമ്മുണ്ട്. അത് ഇവിടെ വെളിയിൽ കാണാത്തത് കൊണ്ട് നമുക്ക് അടയാളം കണ്ടെത്താൻ പറ്റില്ല. കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? തവ്വാബിനെ കുറിച്ചാണ് പറഞ്ഞത്. തവ്വാബ് കാനയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? തവ്വാബ് കാന ഉപയോഗിച്ചുകൊണ്ട് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഹുവയെ കുറിച്ചാണ് പറഞ്ഞത്, അവനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് ലമ്മ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റാത്തത് കാണാത്ത സർവനാമം ആയതുകൊണ്ടാണ്. മറഞ്ഞ സർവനാമം എന്ന് പറയും. സർവനാമം എന്ന് പറയുന്നത് തന്നെ മറഞ്ഞത് എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കുന്നത്. നമ്മൾ സാങ്കേതിക പദം പഠിച്ചിട്ടില്ല. സാങ്കേതിക പദമൊക്കെ നമുക്ക് പ്ലാറ്റിനത്തിലേ വരുള്ളൂ. കാന ഉപയോഗിച്ച് ഹുവയെ കുറിച്ചാണ് പറഞ്ഞത്. ഹുവയെ കുറിച്ച് എന്ത് പറഞ്ഞു? തവ്വാബാണെന്ന് പറഞ്ഞു. അവൻ തവ്വാബ് എന്ന് പറഞ്ഞത് കൊണ്ട് അതിനെന്ത് ചെയ്തു? ഫത്ഹ കൊടുത്തു. ഓക്കെ. ഉദാഹരണങ്ങളെല്ലാം സ്വയം സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ PDF അയച്ചു തരും, അല്ലെങ്കിൽ ഇതിന്റെ വീഡിയോ കിട്ടും നിങ്ങൾക്ക്. അത് നോക്കി ഭംഗിയായിട്ട് പഠിക്കണം. ഇവിടെയും ഞാൻ ചിന്തിച്ച് തലപുണ്ണാക്കിയിരിക്കുന്ന എന്ന് പറഞ്ഞ സംഗതിയിൽ പെട്ടതാണ് സംഗതി. ഇത് കാനയ്ക്ക് ശേഷം എന്ത് വന്നു? അബുവാബൻ എന്ന് വന്നു. അപ്പൊ കാനയ്ക്ക് ശേഷം വരുന്ന നാമത്തിന് ഫത്ഹ കൊടുക്കണം എന്ന് പറയാൻ പാടില്ല.
അപ്പോൾ ഫുത്തിഹത്തി സമാഉ നബയിലെ സൂക്തമാണ്. ഫുത്തിഹത്തി സമാഉ ആകാശം തുറക്കപ്പെട്ടു. ഇപ്പൊ കാനത്ത്, ഇപ്പൊ കാന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാ പറഞ്ഞത്? എന്തിനെ കുറിച്ചാ പറഞ്ഞത്? ഹിയയെ കുറിച്ചാ പറഞ്ഞത്. കാനത്ത് എന്ന് പറഞ്ഞാൽ കാന ഹിയ എന്നാണ്, കാനത്ത് ഹിയ എന്നാണ്. ആ സമാ സ്ത്രീലിംഗമാണ്. ഫുത്തിഹത്ത് സമാ ആകാശം തുറക്കപ്പെട്ടു. അപ്പൊ കാനത്ത് അത് ആയിത്തീർന്നു. അപ്പോ കാന ഉപയോഗിച്ച് ഹിയയെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഹിയയ്ക്ക് ലമ്മ് കൊടുത്തിട്ടുണ്ട്. ആ ലമ്മ് കാണാത്തത് ഹിയ മറഞ്ഞതായത് കൊണ്ടാണ്. ആ ഹിയയെ കുറിച്ച് എന്ത് പറഞ്ഞു? അബുവാബാണെന്ന് പറഞ്ഞു. വാതായനങ്ങളായി തീർന്നു. ഫുത്തിഹത്തി സമാ ആകാശം തുറക്കപ്പെട്ടു. ഫക്കാനത്തെ അബുവാബ അത് അങ്ങനെ വലിയ വലിയ വാതായനങ്ങളായി തീർന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞതാണ് കാനത്ത് അബുവാബ. അപ്പോ കാന ഉപയോഗിച്ച് പറഞ്ഞത് ഹിയയെ കുറിച്ചാണ്. ആ ഹിയയ്ക്ക് ലമ്മ് കൊടുത്തിട്ടുണ്ട്. ലമ്മ് കാണാത്തത് ആ ഹിയ തന്നെ മറഞ്ഞതായത് കൊണ്ടാണ്. ആ ഹിയയെ കുറിച്ച് എന്ത് പറഞ്ഞു? അബുവാബാണ് എന്ന് പറഞ്ഞു, വാതായനങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വാതായനങ്ങൾക്ക് അബുവാബിന് എന്ത് കൊടുത്തു? ഫത്തഹ് കൊടുത്തു. ഓക്കെ, ഇനി കാനയുടെ സഹോദരിമാരെ കുറിച്ച് നമുക്ക് എന്തായാലും അടുത്ത സെഷനിൽ പഠിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ പറഞ്ഞത് ഹെവിയായി പോയോ? ഇപ്പൊ പറയണം. എങ്കിൽ നമുക്ക് പരീക്ഷ ചെയ്യുന്നത് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. കാന വരുന്നിടത്തെല്ലാം നോക്കുക എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു. ഇന്ന വരുന്നിടത്തും നോക്കുക. ഇപ്പൊ നമ്മൾ സഹോദരിമാരെ കുറിച്ചൊന്നും നോക്കണ്ട. ഈ ഇന്നയെ കുറിച്ചും കാനയെ കുറിച്ചുമാണ് ചിന്തിക്കേണ്ടത്. കാരണം ഇന്നയും കാനയുമാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. അതിന്റെ സഹോദരിമാരൊക്കെ കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് യൂണിറ്റ് 56 ഗാഷിയ ഭാഗം 2 ഇതാണ് പഠിക്കേണ്ടത്. ഗാഷിയ ഭാഗം 2, അൽ ഗാഷിയ അധ്യായം ഭാഗം 2. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. ഓക്കെ, ഇതിൻ്റെ തജ്വീദിലേക്കും അതിൻ്റെ ഗ്രാമറിലേക്കും ഞാൻ ഇന്നിപ്പോൾ എന്തായാലും പോകുന്നില്ല. ഇനി നമുക്ക് കാനയോ ഇന്നയോ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ഇന്ന് പറയുള്ളൂ. മറ്റ് ഗ്രാമറിലേക്കൊന്നും ഇന്ന് പോകുന്നില്ല. ഈ ഭാഗത്ത് വലിയ കെട്ടിക്കൊടുക്കുള്ള ഗ്രാമറൊന്നും ഇല്ല. ജന്നത്തിൻ ആലിയത്തിൻ എന്ന് പറഞ്ഞത് ഫീ കഴിഞ്ഞിട്ട് ജന്നത്തിൻ ആലിയത്തിൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ജന്നത്തിൻ്റെ വിശേഷണമാണ് ആലിയത്ത്. ഐനുൻ ജാരിയത്തുൻ ഐനിന്റെ വിശേഷണമാണ് ജാരിയത്തുൻ. സുറുറുൻ മർഫുഅത്തുൻ സുറുറിന്റെ വിശേഷണമാണ് മർഫുഅത്തുൻ. അക്വാബുൻ മൗദുഅത്തുൻ അക്വാബിന്റെ വിശേഷണമാണ് മൗദുഅത്തുൻ. നമാരിഖു മസ്ഫൂഫത്തുൻ അതും നമാരിഖിന്റെ വിശേഷണമാണ് മസ്ഫൂഫത്തുൻ. സറാബിയുടെ വിശേഷണമാണ് മബ്സൂസത്തുൻ. അപ്പോൾ എല്ലാത്തിൻ്റെയും വിശേഷണമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യം ഫീ വന്നത് കൊണ്ട് കസ്ർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഫീ ജന്നത്തിൻ. ഓക്കെ, ലാ തസ്മഉ ഫിഹ ലാഗിയത്തൻ. ലാ തസ്മഉ നീ കേൾക്കുകയില്ല. ലാ തസ്മഉ അത് കേൾക്കുകയില്ല. അത് വുജൂഹ് കേൾക്കുകയില്ല. ഫിഹ ലാഗിയത്തൻ അത് കർമ്മമായിട്ടാണ് വന്നിരിക്കുന്നത്. ലാ തസ്മഉവിന്റെ കർമ്മമാണ് ലാഗിയത്ത്. അതുകൊണ്ടാണ് ഫത്തഹ് വന്നത്. ഇത് മാത്രമേ സിമ്പിൾ കാര്യമാണ് അതൊന്നും അതിലുള്ളത്. ഓക്കെ, വുജൂഹുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വജ്ഹിന്റെ ബഹുവചനമാണ് വുജൂഹുൻ. വജ്ഹുൻ വുജൂഹുൻ. യൗമഇദിൻ നാഇമത്തുൻ. നാഇം എന്ന് പറഞ്ഞാൽ പ്രസന്നം അല്ലെങ്കിൽ മാർദ്ദവമുള്ളത്. പ്രസന്നമായത് അല്ലെങ്കിൽ മാർദ്ദവമുള്ളത് എന്നാണ് നാഇം. വുജൂഹുൻ യൗമഇദിൻ നാഇമത്തുൻ. അന്നേ ദിവസം ചില മുഖങ്ങൾ. ചില എന്ന് എവിടെ നിന്ന് കിട്ടി? ചില എന്ന് പറയാൻ കാരണം അൽ വരാത്തത് കൊണ്ടാണ്.
അൽ വന്നാൽ സ്പെസിഫിക് ആണ്, അൽ ഇല്ലെങ്കിൽ സ്പെസിഫിക് അല്ല. അപ്പോൾ അൺസ്പെസിഫിക് ആണ് എന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിന് ചില മുഖങ്ങൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ചില എന്ന, അതായത് ഈ ട്രാൻസ്ലേഷന് ഒരുപാട് പരിമിതിയുണ്ട്. അറബിയിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗത്തിന് തുല്യമായ പ്രയോഗമായിട്ടുള്ള, പദത്തിന് തുല്യമായ പദമായിട്ടോ ഒന്നും പരിഭാഷപ്പെടുത്താൻ പലപ്പോഴും കഴിയാറില്ല. ജുഹുൻ യൗമ ഇതിൻ, യൗമ ഇതിൻ അന്നേ ദിവസം, യൗമൻ ദിവസം, അൽ യൗം ഇന്നേ ദിവസം, യൗമ ഇതിൻ അന്നേ ദിവസം. നാഇമത്തുൻ പ്രസന്നമായിരിക്കും, നാഇം പ്രസന്നം അല്ലെങ്കിൽ സോഫ്റ്റ്. നാഇം. ലിസഇഹ റാദിയത്തൻ, എന്തുകൊണ്ടാണ് നാഇമായിരിക്കുന്നത്, പ്രസന്നമായിരിക്കുന്നത്? ലി സഇഹ, അതിൻ്റെ അവയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, ഇക്കിന് വേണ്ടി, പ്രവർത്തനത്താൽ അല്ലെങ്കിൽ പ്രവർത്തനം കാരണമായി. സഇ അധ്വാനം, സഅ അധ്വാനിച്ചു, സഇ അധ്വാനം, ഓട്ടം എന്നും അർത്ഥമുണ്ട്. അതിനാണ് നമ്മൾ സഅയു ബൈന സ്വഫ വൽ മർവ, അസ്സഅയു ബൈന സ്വഫ വൽ മർവ, സഫ മർവ കുന്നുകൾക്കിടയിലുള്ള ഓട്ടം എന്നാണ് പറയുന്നത്. ഒമൻ അറാദൽ ആഖിറത വസഅ ലഹ സഅയഹ, ഒമൻ അറാദൽ ആഖിറത, ആരെങ്കിലും ആഖിറത്ത് ഉദ്ദേശിക്കുകയും വസഅ ലഹ സഅയഹ, അതിനു വേണ്ടി അതിൻ്റെ പ്രയത്നിക്കുകയും ചെയ്താൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ പ്രവർത്തനം നന്ദി അർഹിക്കുന്നതാണ്, മഷ്കൂറാണ് എന്ന് പറഞ്ഞാൽ അതിന് അർഹിക്കുന്ന പ്രതിഫലം ഈ ലോകത്തും പരലോകത്തും ലഭിക്കുമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. വേണ്ടി വന്നാൽ ഈ ലോകത്തും പരലോകത്തും ഉറപ്പായും കിട്ടും, അതാണ്. അപ്പോൾ അവിടെ സഅയ് അധ്വാനം എന്ന അർത്ഥമാണ്, പ്രയത്നം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും പ്രയത്നം എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ലിസഇഹ റാദിയത്തൻ അല്ലെങ്കിൽ റാദിയത്തുൻ, ലിസഇഹ റാദിയത്തുൻ, അതിൻ്റെ പ്രയത്നത്തെക്കുറിച്ച് എന്തായിരിക്കും? റാദിയത്തുൻ, തൃപ്തിപ്പെട്ടവളായിരിക്കും. എന്തുകൊണ്ടാണ് റാദിയത്തുൻ എന്ന സ്ത്രീലിംഗം ഉപയോഗിച്ചത്? ഇവിടെ വുജൂഹിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ബഹുവചനങ്ങളെല്ലാം എന്ത് ചെയ്യണം? സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ വുജൂഹിൻ യൗമഇദിൻ നാഇമത്തുൻ, ഇപ്പോൾ വുജൂഹിന്റെ വിശേഷണമായി പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറഞ്ഞു? അന്നേ ദിവസം ചില മുഖങ്ങൾ എന്തായിരിക്കും? നാഇമത്തുൻ, സ്ത്രീലിംഗമായിട്ട് പറഞ്ഞു. അതേപോലെ ലിസഇഹ, അവയുടെ പ്രയത്നത്തെക്കുറിച്ച് അതെന്തായിരിക്കും? ആ മുഖങ്ങൾ റാദിയത്തുൻ എന്നായിരിക്കും, തൃപ്തിപ്പെട്ടതായിരിക്കും. റാദിയത്തിന്റെ പുല്ലിംഗ രൂപം എന്തായിരിക്കും? റാദിയത്തിന്റെ പുല്ലിംഗ രൂപം ആർക്കും അറിയാം? റാദിയത്തിന്റെ പുല്ലിംഗ രൂപം റാദിയത്തിന്റെ പുല്ലിംഗ രൂപം റാദിൻ എന്നാണ്. റളിയ, തൃപ്തിപ്പെട്ടു. റാദിൻ, മറുപടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നിലധികം പേര് മറുപടി തന്നിട്ടുണ്ട്, ശരിയായ ഉത്തരം കിട്ടിയിട്ടുണ്ട്. റാദിൻ, റളിയ യായിലും ദുർബലാക്ഷരത്തിൽ അവസാനിക്കുന്നുണ്ട്. അവസാനം തൻവീനിട്ടിട്ടാണ് പറയുക, കസർ തൻവീനിട്ടിട്ടാണ് പറയുക. റാദിൻ, തൃപ്തിപ്പെട്ടത്. അതിന് താ ചേർക്കുമ്പോൾ, സ്ത്രീലിംഗത്തിന്റെ താ ചേർക്കുമ്പോൾ എന്ത് ചെയ്യണം? യാ തിരിച്ചു കൊണ്ടുവന്നിട്ട് താ ചേർക്കണം. റാദിയത്തുൻ, ലിസഇഹ റാദിയത്തുൻ. അപ്പോ സഅയിനെ കുറിച്ച് അതെന്തായിരിക്കും? തൃപ്തിപ്പെട്ടവളായിരിക്കും, ആ മുഖങ്ങൾ തൃപ്തി അടഞ്ഞതായിരിക്കും. ഫി ജന്നത്തിൻ, ആ വുജൂഹ് എവിടെയായിരിക്കും? ഫി ജന്നത്തിൻ, സ്വർഗത്തിലായിരിക്കും. ഫി ജന്നത്തിൻ, സ്വർഗത്തിലായിരിക്കും. എങ്ങനെയുള്ള സ്വർഗത്തിലായിരിക്കും? ആലിയത്തിൻ. അപ്പൊ ജന്നത്ത് സ്ത്രീലിംഗമായത് കൊണ്ടാണ് ആലിയത്തിൻ എന്ന അതിന്റെ വിശേഷണം സ്ത്രീലിംഗമായത്. അതല്ലാതെ ജന്നത്തിന്റെ താ മാറ്റാൻ പറ്റില്ല. ജന്നത്ത് അടിസ്ഥാനപരമായും താ ഉള്ള പദമാണ്. അപ്പൊ അടിസ്ഥാനപരമായും താ ഉള്ള പദമാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? അതിന്റെ വിശേഷണം പറയുമ്പോൾ താ ഉള്ള പദം കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിനെ സ്ത്രീലിംഗമാക്കണം. ആലിയത്തിൻ, ജന്നത്തിൻ ആലിയത്തിൻ. അപ്പൊ അതിന് വിശേഷണമായതുകൊണ്ട് അതിനെ 4 കാര്യങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? യോജിച്ചിട്ടുണ്ട്. ജന്നത്തിൻ സ്ത്രീലിംഗമാണ്, ആലിയത്ത് സ്ത്രീലിംഗമാണ്. ജന്നത്ത് ഏകവചനമാണ്, ആലിയത്ത് ഏകവചനമാണ്.
ജന്നത്ത് അല്ലില്ലാത്തതാണ്, ആലിയത്ത് അല്ലില്ലാത്തതാണ്. ജന്നത്ത് കസറുള്ളതാണ്, ആലിയത്ത് കസറുള്ളതാണ്. ഈ ജന്നത്തിൻ ആലിയത്തിൻ. അപ്പോൾ ഉന്നതമായ സ്വർഗമാണ്. അതിൻ്റെ അതിൻ്റെ ആലിയത്തിൻ, ജന്നത്തിൻ ആലിയത്തിൻ. ലാ തസ്മഉ അവൾ കേൾക്കുകയില്ല എന്നാണ്. അവൾ കേൾക്കുകയില്ല. മഴ തുടങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു, നെറ്റിന് സ്ലോ ആണ്. വീഡിയോ കുറച്ചു നേരം ഓഫ് ചെയ്യാണ്. വീഡിയോ കുറച്ചു നേരം ഓഫ് ചെയ്തിട്ടുണ്ട്. പവർ പോയിട്ടുണ്ട്. ഓക്കെ. ലാ തസ്മഉ അവ കേൾക്കുകയില്ല. ഫീഹ അതിൽ. അവ എന്ന ബഹുവചനം നമുക്ക് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് മലയാളത്തിന്റെ കുഴപ്പമാണ്. ഇവിടെ അറബിയിൽ ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് വുജൂഹ് ബഹുവചനമാണ്. പക്ഷേ വുജൂഹ് സ്ത്രീലിംഗമായിട്ട്, ബഹുവചനത്തെ സ്ത്രീലിംഗമായിട്ട് എടുത്താൽ അത് ഏകവചനമായിട്ട് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ലാ തസ്മഉ എന്ന് പറഞ്ഞത്. അവൾ കേൾക്കുകയില്ല എന്നാണ് നമുക്ക് പരിഭാഷയിൽ അതിന്റെ പദാനുപദാർത്ഥം. വുജൂഹ് ബഹുവചനമായതുകൊണ്ട് സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചതാണ്. ഫീഹ എന്ന് പറഞ്ഞാൽ ഫീ തിൽക്കൽ ജന്നത്തി, ഫീ തിൽക്കൽ ജന്നത്തി, ആ സ്വർഗത്തിൽ അവ കേൾക്കുകയില്ല. ആ വുജൂഹ് കേൾക്കുകയില്ല. എന്ത് കേൾക്കുകയില്ല? ലാഹിയത്തൻ പാഴ്വാക്ക് കേൾക്കുകയില്ല. നമ്മൾ സാധാരണ സംസാരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ ചില ആൾക്കാർ എഴുന്നേറ്റ് പോവില്ലേ? എന്തുകൊണ്ടാ? അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞത്, അല്ലെങ്കിൽ അത് ടൈം വേസ്റ്റ് ആണ്, അതുകൊണ്ട് എഴുന്നേറ്റ് പോകും. അതേസമയം സ്വർഗത്തിലെത്തിയാലോ അവിടെ ഒരൊറ്റ വാക്ക് പോലും പാഴായിട്ടുള്ള വാക്ക് കേൾക്കുകയില്ല. ലാ തസ്മഉ ഫീഹ ലാഗിയത്തൻ. നബയിൽ പറഞ്ഞത് ലാ യസ്മഊന ഫീഹ ലഗ്വൻ വലാ കിദ്ദാബ എന്നാണ്. ലഗ്വ് തമാശ, ലഗ്വ് കേൾക്കുകയില്ല. അതേപോലെ ലഗ്വ് പാഴ്വാക്ക്, പാഴ്വാക്ക് തന്നെയാണ് ലഗ്വ്. ലഹുവാണ് തമാശ. ലഹുവ് പാഴ്വാക്ക് കേൾക്കുകയില്ല. വലാ കിദ്ദാബൻ കള്ളവാക്കും കേൾക്കുകയില്ല. പാഴായ വാക്കും കേൾക്കുകയില്ല. അതേപോലെ കള്ളവാക്കുകളും കേൾക്കുകയില്ല. അസത്യവാക്കുകളൊന്നും അവിടെ കേൾക്കേണ്ടി വരില്ല. ലാ തസ്മഉ ഫീഹ ലാഗിയത്തൻ. ഇപ്പൊ ലാഗിയത്തിന് ഫത്തഹ് വരാൻ കാരണം നമ്മൾ പറഞ്ഞു, തസ്മഉ എന്നതിന്റെ കർമ്മമാണ്. ലാ തസ്മഉ അവ കേൾക്കുകയില്ല. എന്ത് കേൾക്കുകയില്ല? ലാഗിയത്ത് കേൾക്കുകയില്ല. ഫീഹ ഐനുൻ അവിടെ അരുവിയുണ്ട്. ഇത് ഓരോ വാക്കും പറയുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകണം. ഇതൊരു ചിത്രീകരണമാണ്. ഖുർആൻ അവതരിപ്പിക്കുന്ന ഒരു ചിത്രീകരണമാണ്, സ്വർഗത്തിന്റെ ആ ചിത്രീകരണം. യഥാർത്ഥത്തിൽ നിങ്ങൾ നബ അല്ലെങ്കിൽ അമ്മ ജുസ് പഠിച്ചു തീർക്കുമ്പോൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ചിത്രീകരണങ്ങൾ വരും. ആ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ചിത്രീകരണങ്ങൾ നിങ്ങൾ പ്രത്യേകം ശേഖരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് സൂറത്തു റഹ്മാനിലും അതേപോലെ സൂറത്തു വാഖിഅയിലും അതേപോലെ മറ്റ് സൂറത്തുകളിലുമൊക്കെ, സൂറത്ത് മുഹമ്മദിൽ പറയുന്നുണ്ട്, അവിടെയൊക്കെ അതിലൊക്കെ ഉള്ള സൂറത്തിന് മുഹമ്മദ്, സൂറത്ത് ഇൻസാൻ, അങ്ങനെ പല സ്ഥലങ്ങളിലും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വർണ്ണനകൾ പറയുന്നുണ്ടല്ലോ. അതിൽ പ്രത്യേകിച്ച് സ്വർഗത്തിന്റെ വർണ്ണനകൾ നമ്മൾ കൂടുതൽ കളക്ട് ചെയ്യും. അതിലേക്ക് നമ്മൾ അതിങ്ങനെ പോകുമ്പോൾ യൂഹി യോമ ഇതിൻ നാണിമ, നമ്മൾക്ക് ആ മുഖത്തെക്കുറിച്ച് ചിന്തിക്കാം. മുഖം എങ്ങനെയായിരിക്കും? ലിസഅലിഹ റാദിയത്തൻ തൃപ്തികരമായിരിക്കും. ലിസഅലിഹ റാദിയത്തിൻ. അതേപോലെ ഫി ജന്നത്തിൻ ആലിയത്തിൻ എവിടെയായിരിക്കും അവര് ഉയർന്ന വിധാനത്തിലുള്ള സ്വർഗത്തിലായിരിക്കും. നമ്മളിവിടെ പല സ്ഥലങ്ങളിലും ഓരോരുത്തരിട്ടിരിക്കുന്ന സ്വീകരണ മുറികളും അവിടുത്തെ അലങ്കാരങ്ങളും അവരുടെ സ്ഥാനങ്ങളും പദവികളും ഒക്കെ നോക്കുമല്ലോ. ഉയർന്ന സ്ഥാനത്തായിരിക്കും അവരുണ്ടാവുക. ലാ തസ്മഉ ഫീഹ ലാഗിയത്തൻ അവിടെ പൊളിയും തമാശയും കളവും ഒന്നും പറഞ്ഞു കേൾക്കുന്ന അനാവശ്യ അട്ടഹാസങ്ങളും അനാവശ്യ വാക്കുകളും ഒന്നുമില്ല അവിടെ. ഫീഹ ഐനുൻ ജാരിയത്തുൻ അവിടെ അരുവിയുണ്ട്, ഒഴുകുന്ന അരുവിയുണ്ട്. ഇവിടെ പറഞ്ഞത് ഏകവചനമാണ്. ഇവിടെ പറഞ്ഞത്
ഏകവചനമാണ്. ഐനും ജാരിയത്തിന് ഒഴുകുന്ന അരുവിയുണ്ട്. അതേസമയം വേറെ പല സ്ഥലങ്ങളിൽ സൂറത്ത് മുഹമ്മദിൽ പറയുന്നത് ഫിഹ അൻഹാറുൻ, അവിടെ നദികളുണ്ട്. മിൻ മാ ഇൻ, വെള്ളം കൊണ്ടുള്ള. ഫിഹ അൻഹാറും മിൻ മാ ഇൻ ഗൈരി ആസിനിൻ, ആ വെള്ളത്തിന് എന്തേ പറ്റിയിട്ടില്ല, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വെള്ളത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. അൻഹാറും മിൻ മാ ഇൻ ഗൈരി ആസിനിൻ വ അൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേൻ കൊണ്ടുള്ള നദിയുണ്ട്. നദികൾ ഉണ്ട്, ഒരു നദിയല്ല, നദികളുണ്ട്. വൻഹാറും മിൻ ഖംറിൻ വൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു, വൻഹാറും മിൻ ലബനിൻ, പാലിന്റെ അരുവിയുണ്ട്. ലം യതഗയ്യർ തഅമുഹു, അപ്പൊ നിങ്ങൾ വിചാരിക്കും പാല് അന്ന് മുതൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പാല് പുളിച്ചു പോയിട്ടുണ്ടാവില്ലേ? അപ്പൊ ഖുർആൻ പറഞ്ഞു ലം യതഗയ്യർ തഅമുഹു, അതിന്റെ രുചി മാറിയിട്ടില്ല. ആ രുചി മാറിയിട്ടില്ലാത്ത പാല്, ചൂട് പാല്, നമ്മൾ പശുവിന്റെ നിന്നും അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ അടുത്ത് നിന്നൊക്കെ ഒട്ടകത്തിന്റെ പാല് കറന്ന ഉടനെ കുടിക്കണമെന്നാണ്. അതേപോലെ ഞാനൊക്കെ കുടിച്ചിട്ടുണ്ട് ചൂട് പാല്. ആട്ടിന്റെയൊക്കെ പാല് ചൂട് പാലായിട്ട് കറന്നു തരും, അപ്പൊ അത് ചൂടായിട്ട് കുടിക്കുക. അതേപോലെ പശുവിന്റെ പാല് ചൂടായിട്ട് കുടിക്കുക. ഹോട്ടല്ല അല്ലെങ്കിൽ വാമല്ല, അത് നാച്ചുറൽ പാല്, നാച്ചുറൽ ആയിട്ടുള്ള പാല്. പണ്ടെല്ലാം പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഈ മുനിമാരൊക്കെ കുടിച്ചെന്ന് പറയുമല്ലോ. പശുവിൽ നിന്നും കറന്ന് കുടിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കറന്ന് കുടിച്ച കാര്യം പറയുന്നു. അപ്പോ ലം യതഗയ്യർ തഅമുഹു, അതിന്റെ രുചി മാറിയിട്ടില്ല. രുചി മാറിയിട്ടില്ലാത്ത പാല്. വൻഹാറും മിൻ അസലിൻ മുസഫ, ശുദ്ധമായ തേനിൻ്റെതായ അരുവി. വൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, അതേപോലെ ഖംറ് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അതായത് തെറ്റിൽ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യുന്നു, ഖംറ് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഖംറ് എന്ന് പറയുമ്പോൾ മദ്യം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ സമയത്തോളം അത് ഉന്മാദം നൽകുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ അത് കുടിക്കുന്നത് കൊണ്ട് എന്തോ ഒരു ആഹ്ലാദം അവർക്കുണ്ടാകുന്നു എന്ന് കരുതുന്നു. ആഹ്ലാദം ഉണ്ടാകുന്നു, എൻജോയ്മെന്റ് ഉണ്ടാകുന്നു. ഇവിടെ വൻഹാർ മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, അത് കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്നുണ്ട്. കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്നതായ ഖംറിന്റെ അരുവിയുണ്ട് അവിടെ. അപ്പൊ കുടിക്കുന്നവർക്ക് ആനന്ദം നൽകുന്നത് എന്താണ്? ഈ മദ്യം കുടിക്കുന്നവരെ സമയത്തോളം അത് കുടിക്കുമ്പോൾ പുളിപ്പും കവർപ്പും കൊണ്ട് അത് അവരുടെ ഭാവവ്യത്യാസം വരുന്നത്, മുഖത്തിന് ഭാവവ്യത്യാസം വരുന്നത് കാണാം. അവരത് ഉള്ളിൽ ചെല്ലുമ്പോൾ അത് വേറൊരു തരത്തിലേക്ക് മാറുന്നുണ്ടെങ്കിലും അതിൻ്റെ മുഖഭാവം എന്ത് പറയുന്നു? മുഖഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതേസമയം സ്വർഗത്തിലെ ഖംറ് എന്ന് പറയുന്നത് അത് മിർ റഹീഖിൻ മഖ്തൂം, ശുദ്ധമായ മദ്യം എന്നാണ് പറയുന്നത്. അതെന്ത് ചെയ്യുന്നില്ല, അത് മനുഷ്യന്റെ ബുദ്ധിയെ കെടുത്തുകയോ അവന്റെ ചിന്തയെ മാറ്റുകയോ ചെയ്യുന്നില്ല. അവന്റെ നമ്മൾ അത് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എഴുതിയിട്ടുണ്ടല്ലോ, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. അപ്പൊ ഹാനി ഉണ്ടാക്കുന്ന ഒരു സംഗതി ഉള്ളതല്ല അത്. അതേസമയം അത് കുടിക്കുന്നത് മുഖേന എൻജോയ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അരുവിയെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏകവചനമാണ് പറയുന്നത്, ഐനുൻ എന്നാണ് വന്നിരിക്കുന്നത്. ഐൻ ഫിഹ ഐനുൻ ജാരിയ, അവിടെ ഒഴുകുന്ന തെളിനീരിന്റെ അരുവിയുണ്ട്, അതാണ് ഐൻ എന്ന് പറയുന്നത്. ഫിഹ സുറുൻ മർഫൂഅത്തുൻ, ഫിഹ സുറുൻ, അവിടെ കട്ടിലുകളുണ്ട്. ശരീറിന്റെ ബഹുവചനം സുറുർ, ശരീർ കട്ടിൽ, ശരീറുകളുണ്ട്, അവിടെ കട്ടിലുകളുണ്ട്. മർഫൂഅത്തുൻ, ഉയർന്ന കട്ടിലുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിലോട്ട് കയറി പോകുന്ന കട്ടിലെന്ന് നമ്മൾ വിചാരിക്കണ്ട. ഇവിടെ സുറുർ മർഫൂഅത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അന്നുള്ളവരെ ഏത് രീതിയിലാണ് അവരെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. നമുക്കിവിടെ ചിലപ്പോൾ കട്ടിലിന്റെ ഉപയോഗിക്കുന്ന മാട്രസിന്റെ കനം കുറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അതിനെന്ത് ചെയ്യണം? നല്ല കനം വേണം, അല്ലെങ്കിൽ അതിന്റെ അകത്ത് സ്പ്രിങ് വേണം, അതിന്റെ സ്പ്രിങ് ആക്ഷൻ വേണം. അപ്പോൾ ഏതോ നിലയ്ക്ക് ഉന്നതമായ ഉയർത്തി വെക്കപ്പെട്ട കട്ടിലുകൾ അവിടെയുണ്ട്. ഫിഹാ സുറുൻ മർഫൂഅത്തുൻ, നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളതും, അല്ലെങ്കിൽ ഇവിടെ മർഫൂഅത്ത് എന്നാണ് പറഞ്ഞത്. റഫഅ ഉയർത്തി, മർഫൂഅത്തുൻ ഉയർത്തപ്പെട്ടത്. റഫഅ ഉയർത്തി, റഫഅ യർഫഅ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഫതഹ യഫ്ത ഗ്രൂപ്പിൽ. മർഫൂഅത്തുൻ ഉയർത്തി വെക്കപ്പെട്ടതാണത്. ഏത് നിലയ്ക്കാണ് ഉയർത്തിയതെന്നും നമുക്കറിയില്ല കേട്ടോ. ഇവിടെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല ശരിക്ക് ഒറിജിനൽ അറബിയിലുള്ളത്. അപ്പോൾ ഉയർത്തപ്പെട്ടതാണ്. അത് ഏത് നിലയ്ക്ക് ഉയർത്തപ്പെട്ടതാണോ? സ്പ്രിങ് വെച്ചിട്ട് ഉയർത്തിയതാണോ, അല്ലെങ്കിൽ അത് സ്പോഞ്ച് വെച്ച് ഉയർത്തിയതാണോ, കിടക്ക മാർദ്ദം ഉണ്ടായതായിട്ട്, ഏതായാലും
മർഫുഅത്താണ്, ഏറ്റവും ഉയർത്തി വയ്ക്കപ്പെട്ടതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർത്തി വയ്ക്കപ്പെട്ടതാണ് അത്. ഫിഹ സുറും മർഫുഅത്തുൻ വ അക്വാബുൻ. അക്വാബ് കൂബിന്റെ ബഹുവചനമാണ് അക്വാബ്. കൂബ് എന്നത് അറബി വാക്കാണ്, അതിൽ നിന്നാണ് കപ്പ് ഉണ്ടായത്. കൂബ്, കപ്പുണ്ടായി, കൂബ്. അപ്പോൾ അതിന്റെ ബഹുവചനമാണ് അക്വാബ്. കൂബ്, അക്വാബ്. കോപ്പകൾ ഉണ്ടാകും. എങ്ങനെയുള്ള കോപ്പകളാണ്? മൗദൂഅത്തിൻ, റെഡിയാക്കി വെക്കപ്പെട്ടതാണ്. മൗദൂഅത്ത് എന്ന് പറഞ്ഞാൽ പ്ലേസ്ഡ് എന്ന് മാത്രമേ ഉള്ളൂ. പ്ലേസ്ഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? അത് വലഅ വെച്ചു എന്നാണ്. വലഅ വെച്ചു. വലഅ യലഉ എന്നാണ് കേട്ടോ. വലഅ യലഉ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു ക്രിയയാണിത്. നമ്മൾ പഠിച്ചത് വജദ യജിദു. വജദ യജിദ് പഠിച്ചു. വഅദ യഈദു പഠിച്ചു. വജദ യജിദു, വഅദ യഈദു, വസഫ യസിഫു പഠിച്ചു. വലഅ യലഉ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് പഠിച്ചു വെക്കണം, അത് ഓർമ്മിച്ച് വെക്കണം. കാരണം എന്താണ്? വലഅ യലഉ ഫതഹ യഫ്തഹു ഗ്രൂപ്പിൽപ്പെട്ടതാണ്. വലഅ യലഉ അപൂർണ ക്രിയയിൽ യലഉ എന്നാണ് വരുന്നത്. വജദ യജിദു എന്താണ്? സമിയ ഗ്രൂപ്പാണ്. അല്ല, വജദ യജിദു ലറബ ഗ്രൂപ്പാണ്, കസ്റാണ്. വഅദ യഈദുലും അപൂർണ ക്രിയയിൽ കസ്റാണ് വരുന്നത്. വസഫ യസിഫുലും അപൂർണ ക്രിയയിൽ കസ്റാണ് വരുന്നത്. അതേസമയം ഇവിടെ വലഅ യലഉ. അക്വാബുൻ മൗദൂഅത്തുൻ, അവിടെ റെഡിയാക്കി വെക്കപ്പെട്ട കോപ്പകളുണ്ട്. അപ്പൊ നമ്മള് പിന്നെ ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ അതുപോലുള്ള സദ്യകൾക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് റെഡിയാക്കി നിറച്ച കപ്പുകൾ നിരത്തി വെച്ചേക്കായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അവർ കൊണ്ടു തരുന്നത് വാങ്ങി കുടിക്കണമെന്നില്ല. കൊണ്ടു തരുന്നത് നമ്മൾ ഇഷ്ടമുള്ളത് ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുതരും, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ അവിടെ ചെല്ലുമ്പോൾ സമയത്ത് തന്നെ എന്താണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അവിടെ റെഡിയാണ്. വാക്വാബുൻ മൗദൂഅത്തുൻ, തയ്യാറാക്കി വെക്കപ്പെട്ട കപ്പുകളുണ്ട്. നെമാരിഖു, നെമാരിഖ് എന്ന് പറഞ്ഞാൽ തലയണകൾ. മസ്ഫൂഫത്തുൻ, ഈ നെമാരിഖ് എന്ന് പറയുന്നത് നമ്രുക്കത്തുൻ, നമ്രുക്കത്തുൻ. ഇപ്പൊ നമ്രുക്കത്തുൻ എന്നാണ് അതിന്റെ ഏകവചനം. അത് നമ്മുടെ തലയണ എന്നാണ് ഇവിടെ ഖുർആൻ പരിഭാഷകൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം അറബിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, നമ്മൾ സാധാരണ ഇരിക്കുന്ന സന്ദർഭത്തിൽ തടയണയായി വെക്കുമല്ലോ, അങ്ങനെയുള്ള തടയായി വെക്കുന്ന സംഗതികൾ. അത് കിടക്കാനും ഉപയോഗിക്കാം, ഇരിക്കാനും ഉപയോഗിക്കാം, കൈവയ്ക്കാനും ഉപയോഗിക്കാം, കൈവച്ച് താങ്ങിയിരിക്കാനൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയുള്ളതാണ് നമ്രുക്കത്തുൻ നെമാരിഖു എന്ന് പറയുന്നത്. തലയണകൾ ഉണ്ടാകും. അതെന്താണ്? അതിങ്ങനെ മസ്ഫൂഫത്തുൻ, അണിയണിയായി നിരത്തി വെച്ചിരിക്കുകയാണ്. 1, 2, 3, 4 ഉപയോഗിക്കാം. ഒരു സൈഡിൽ ഒരു കൈ വെക്കാൻ ഒന്ന് വേണം, ഇപ്പുറത്തെ കൈ വെക്കാൻ ഒന്ന് വേണം, ചാരി ഇരിക്കാൻ ഒന്ന് വേണം, കാല് വെക്കാൻ വേറെ ഒന്ന് വേണം. ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. ഇനി അത് കിടക്കണമെങ്കിൽ അത് തലവെച്ച് കിടക്കാം, സൈഡിൽ വെക്കണമെങ്കിൽ വെക്കാം, കാലിപ്പുറത്ത് വെക്കണമെങ്കിൽ വെക്കാം. ഏത് രീതിയിലാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിൽ എന്താണ് അത് അണിയണിയായി അട്ടിയട്ടിയായി വരിവരിയായി വെച്ചിരിക്കുകയാണ്. സറാബിയു മബ്സൂസത്തുൻ, സറാബിയു, അത് സറാബിയ എന്ന് പറഞ്ഞാൽ പരവതാനികൾ. ഈ പരവതാനിയെ കുറിച്ച് സങ്കല്പിക്കുന്നതിന് മുമ്പാണ് അന്ന് ഖുർആൻ ഈ സറാബിയെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവിടെ ഉള്ള സറാബി എങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ സറാബി പരവതാനി എന്ന് പറയും. അപ്പൊ ആ സറാബിയേക്കാളും എത്രയോ മാർദ്ദം, ഇവിടെ നമ്മൾ ഉള്ള പരവതാനിയേക്കാളും എത്രയോ മാർദ്ദവമുള്ളതും അതേപോലെ കട്ടിയുള്ളതുമായി. കട്ടി എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെയുള്ള സറാബി എന്ന് പറയുന്നത്, പരവതാനികൾ എന്ന് പറയുന്നത് നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ ഉടനെ തന്നെ താഴ്ന്നു പോകുന്ന ചെറിയ ഒരു കനം മാത്രമേ അതിനുണ്ടാവുള്ളൂ. അതേസമയം അവിടെയുള്ള സറാബി എന്ന് പറയുന്നത് നമ്മൾ കാല് ചവിട്ടിയാൽ അതിന്റെ മാർദ്ദവം പ്രകടമാകത്തക്ക രീതിയിൽ കനമുള്ളതായിരിക്കും. അതേപോലെ അത് മാർദ്ദവമേറിയതുമായിരിക്കും. സറാബിയു മബ്സൂസത്തുൻ, അതെന്താണ്? വിരിച്ചിരിക്കുകയാണ്. സറാബിയു മബ്സൂസത്തുൻ, അത് വളരെ വളരെ മോടി കൂടിയ അല്ലെങ്കിൽ വളരെ ഉന്നതമായ റോയലായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത് വളരെ സർവ്വസാധാരണമായിട്ടുണ്ടെങ്കിൽ അത് സർവ്വസാധാരണമായതിനു ശേഷം പിന്നീട് ക്വാളിറ്റി കുറഞ്ഞു വന്നല്ലോ. അതേസമയം അവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ
ക്വാളിറ്റിയാണ്, നിലവാരമാണ് അവിടെ പുലർത്തിയത്. നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഒരു കണ്ണും കാണാത്ത, അതേപോലെ ഒരു കൽബും ഒരു ഹൃദയവും ചിന്തിക്കാൻ കഴിയാത്ത, ഒരു മനസ്സിനും സങ്കല്പിക്കാൻ കഴിയാത്ത സംഗതിയായിരിക്കും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. സെറാബിയു മബ്സൂസത്തുൻ, വിരിക്കപ്പെട്ടത്. ബസ്സ, മബ്സൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മബ്സൂസ് യോമിയക്കൂൻ നാസുക്കൽ ഫറാഷിൽ മബ്സൂസ്, അവിടെ എന്താണ്? വിതറപ്പെട്ട, വിരിക്കപ്പെട്ട, വിതറപ്പെട്ട എന്നാണ് പറഞ്ഞത്. ബസ്സ എന്ന് പറഞ്ഞാൽ വിരിച്ചു, വിതറി എന്നൊക്കെ അർത്ഥമുണ്ട്. വിരിച്ചു എന്നർത്ഥമുണ്ട്, വിതറി എന്നർത്ഥമുണ്ട്. അപ്പോൾ ധാന്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ പാറ്റയെ കുറിച്ചാണ് പറഞ്ഞത്, പാറ്റ വിതറപ്പെട്ടത് അല്ലെങ്കിൽ ചിതറപ്പെട്ടതെന്ന് പറയാം. അതേസമയം സെറാബിയെ കുറിച്ച് പറഞ്ഞപ്പോഴോ, സെറാബി എന്താണ്? വിരിക്കപ്പെട്ടതാണ്. സെറാബിയു മബ്സൂസ. ഇത്രയുമാണ് നമുക്ക് ഇന്ന് കവർ ചെയ്യേണ്ട ഭാഗം. അപ്പോൾ കാനയോ യെക്കുറിച്ചോ ഇന്നയെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ ശേഷിക്കുന്ന 2-3 ക്ലാസ്സുകൾ ഇൻഷാ അള്ളാ ആവർത്തനം പലതിലും ആവശ്യമില്ലാത്തത്ര ക്ലിയറാണ്. നമ്മൾ പുതിയതായിട്ട് പഠിച്ചത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ പറയുന്ന പോലെ ഖുർആൻ വായിച്ചു നോക്കുക, വായിക്കുക. കീപ്പ് ഓൺ റീഡിങ്, ഓൺലി അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വായിക്കുക. പേജ്, ചുരുങ്ങിയത് 1/2 പേജ് ദിവസവും പ്രാക്ടീസ് ചെയ്യുക, വായിക്കുക. ആദ്യത്തെ വായനയിൽ എണ്ണുക, ആകെ പദങ്ങൾ എത്രയുണ്ട്, 1/2 പേജ് മാത്രം എടുക്കുക, ആകെ പദങ്ങൾ എത്രയുണ്ട്. രണ്ടാമത്തതിൽ ഞാൻ പഠിച്ച പദങ്ങൾ എത്രയുണ്ടെന്ന് നോക്കുക. മൂന്നാമത്തേതിൽ ഞാൻ പഠിച്ച ക്രിയകൾ ഏതൊക്കെയുണ്ടെന്ന് നോക്കുക. പഠിച്ച പദങ്ങളാണ് ഉണ്ടാവും നോക്കി, ഏത് പദങ്ങളും. മൂന്നാമത് ക്രിയ ഏതൊക്കെയുണ്ട്, അത് ഏത് ഗ്രൂപ്പൊക്കെ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. നാലാമത് പഠിച്ച ഗ്രൂപ്പിൽപ്പെട്ട പഠിക്കാത്ത ക്രിയകളുണ്ടോ എന്ന് നോക്കുക. ഈ 4 റീഡിങ്ങിലൂടെയും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അഞ്ചാമത് പിന്നെ നോക്കുക, അഞ്ചാമത് ഒന്നുകൂടെ നോക്കുക, ഈ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കുക. ഉള്ള പദങ്ങൾ പദസമ്പത്ത് വെച്ച് ചിന്തിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ കിട്ടുന്ന ഐഡിയയിൽ എന്തെങ്കിലും ഉറപ്പുവരുത്തേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പരിഭാഷ നോക്കുക. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ, 1 പ്രാവശ്യം പരിഭാഷ നോക്കിയാൽ 2 പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് പരിഭാഷ നോക്കേണ്ടി വരില്ല. അതായത് ഞാൻ പരിഭാഷ നോക്കാൻ പറയുന്നത് ഒരു ഡിക്ഷണറി എന്ന നിലയ്ക്ക് നോക്കാനാണ് പറയുന്നത്, അല്ലാതെ പരിഭാഷ കൊണ്ട് സംതൃപ്തനാകാനല്ല. ഇപ്പൊ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇതേപോലെ ഒരു ഭാഗം വന്നു. അപ്പോൾ നമുക്ക് അതിൽ പറഞ്ഞ നമാരിക്കിന്റെ അർത്ഥം അറിയില്ല, നമാരിക്കിന്റെ അർത്ഥം അറിയില്ല. ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇത് സൂറത്തുൽ ഗാശിയയിലെ 15ാമത്തെ സൂക്തത്തിലാണുള്ളത്. ഉടനെ പരിഭാഷ ഓപ്പൺ ചെയ്യുക, അൽ ഗാശിയയിലെ 15ാമത്തെ അധ്യായം നോക്കുക, നമാരിക്കിന് എന്താ അർത്ഥം എന്ന് ചെയ്യുന്ന നോക്കുക. അപ്പൊ അതോടുകൂടി നമുക്ക് അതിന്റെ ആശയം മനസ്സിലായി. പിന്നെ നിങ്ങൾ നമാരിക്കോ നമ്രുക്കത്തിൻ്റെ ഡിക്ഷണറി ഉപയോഗിച്ചിട്ട് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കേണ്ടി വരില്ല. അത്രയും പ്രയാസമില്ല. പരിഭാഷ ഇവിടെ ഉള്ളതുകൊണ്ട് ആ ആയത്ത് മാത്രമല്ല, ആ ആയത്തിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് കൂടി നമുക്ക് കിട്ടും. ഡിക്ഷണറി എടുത്ത് നോക്കിയാൽ പല മീനിങ് ഉണ്ടാവും. ആ പല മീനിങ്ങിൽ ഏതാണ് ഇവിടെ മാച്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. എക്സാം ഈ മാസം ഉണ്ടാകാൻ സാധ്യത കുറവാണ് കേട്ടോ. എക്സാം ഈ മാസം ഉണ്ടാകുമെന്നാണ് ചോദിക്കുന്നത്. ഈ മാസം ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം നമുക്ക് 56 കഴിഞ്ഞിട്ട് 57ഉം 58ഉം പഠിക്കണം. 57ഉം 58ഉം കഴിഞ്ഞിട്ടാണ് പരീക്ഷ വരുന്നത്. അമ്പത്തിയെട്ട് കഴിഞ്ഞിട്ടാണ് പരീക്ഷ. അപ്പോൾ 56, 57 കഴിഞ്ഞതിന് ശേഷം 56, 57ലും റിവിഷൻ വരും, ഭാഷാപരമായ റിവിഷൻ വരും. അപ്പോൾ ഈ മാസം രണ്ട് ബാക്കി ശേഷിക്കുന്ന 2 ആഴ്ച അങ്ങനെ പോകും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒരാഴ്ച എന്ത് ചെയ്യാം? ഒരു ഓവറോൾ റിവിഷൻ നടത്താം. ഖുർആൻ എടുക്കുകയും ബാക്കി ഭാഗം റിവിഷൻ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അടുത്ത 2ാം ക്ലാസ്, രണ്ട് ക്ലാസ്സുകൾ. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കൂടി നമുക്ക് റിവൈസ് ചെയ്യാം, ചെയ്യാതിരിക്കാം, നിങ്ങളുടെ അഭിപ്രായം പോലെ. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വായിച്ചു കൊണ്ടേയിരിക്കണം. 4ാമത്തെ വായന കഴിഞ്ഞതിന് ശേഷമാണ് 5ാമത്തെ വായനയിൽ
ഇതിൻ്റെ ആശയം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അതിനകം നിങ്ങൾക്ക് അതിൻ്റെ ആശയം മനസ്സിലായിട്ടുണ്ടാകും. കാരണം 70% അറിയുന്നു. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പല ആൾക്കാരുമായി സംസാരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് ഈ പാസ്റ്റ് ടെൻസ്, ഈവൻ പാസ്റ്റ് ടെൻസ് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. സെന്റ് SEND എല്ലാത്തിനും പാസ്റ്റ് ടെൻസിനും പ്രസന്റ് ടെൻസിനും ഒന്നും നോക്കാതെ സെന്റ് എഴുതുന്ന ആൾക്കാരുണ്ട്. ഞാൻ അവർ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. മലയാള പുസ്തകം വായിക്കാൻ കൊടുത്തപ്പോഴേ ഇല്ല മലയാളം വേണ്ട, എനിക്ക് ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യും? അപ്പോൾ അവർ ഗ്രാമർ അറിയാതെ പോലും ഇംഗ്ലീഷ് മനസ്സിലാക്കുകയും പുസ്തകത്തിന്റെ കണ്ടന്റ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഖുർആനിലെ 70% വൊക്കാബുലറിയും അതിലെ അത്യാവശ്യം ഗ്രാമർ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നാമവാക്യം പഠിച്ചു, ക്രിയാവാക്യം പഠിച്ചു, കർത്താവ് കർമ്മം, അതായത് കർത്താവും ക്രിയയും കർമ്മവും അതിൻ്റെ അടയാളങ്ങളൊക്കെ പഠിച്ചു. ആവശ്യമായ സംഗതികളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗ്രാമർ, അതായത് ആശയം മനസ്സിലാക്കാൻ ആവശ്യമായ ഗ്രാമറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതനുസരിച്ച് വായിക്കുക മാത്രമേ പരിഹാരമുള്ളൂ. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പി തരുമാറാകട്ടെ. ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ലോകത്തെ എന്നാകെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അതേപോലെ നമ്മുടെ രാജ്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും രാജ്യനിവാസികളൊന്നാകെ പഠിച്ചവൻ രക്ഷപ്പെടുത്തട്ടെ. പഠിച്ചവനല്ലാതെ ഈ നാട്ടിൽ രക്ഷപ്പെടുത്താൻ വേറെ ആരുമില്ല. ബൽദത്തുൻ തയ്യിബത്തിൻ വ റബ്ബുൻ ഗഫൂർ എന്ന അവസ്ഥയിൽ നാടിനെ ഞങ്ങൾക്ക് നല്ലൊരു നാടാക്കി മാറ്റിയാണ് തമ്പുരാനെ. പ്രബോധനത്തിനും വളരെ അനായാസേനയുള്ള ആശയവിനിമയങ്ങൾക്ക്, സ്വതന്ത്രമായ ആശയവിനിമയങ്ങൾക്ക് അവസരമുണ്ടാവുകയും അങ്ങനെ ആശയവിനിമയങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. എല്ലാത്തിനെക്കുറിച്ചും പഠിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. രണ്ട് ഭാഗത്തെക്കുറിച്ച് നമുക്കറിയാം. ഹുദൈബിയ സന്ധി ഉണ്ടായപ്പോഴാണ് ഹുദൈബിയ സന്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കാനായി പോകുന്ന സന്ദർഭത്തിൽ അവിടെ മക്ക ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബിമാരെയും തടയുകയും അങ്ങനെ ഒരു സന്ധി ഉണ്ടാക്കി 10 വർഷം സമാധാനം പാലിക്കുക എന്ന ഉടമ്പടിയായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഉടമ്പടി. ആ ഉടമ്പടിയിൽ പല സത്യവിശ്വാസികളായ സഹാബികൾക്ക് പലർക്കും അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ഉടമ്പടി മുഖേനയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ സന്നദ്ധരായി വരികയും അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നെങ്കിൽ മാത്രമേ ആശയപ്രചരണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആശയപ്രചരണങ്ങളിലൂടെ മാത്രമേ ആശയങ്ങൾ വ്യാപിക്കുകയുള്ളൂ. ആശയങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ സത്യത്തെക്കുറിച്ചും ദീനിനെക്കുറിച്ചും ജനങ്ങൾ മനസ്സിലാക്കുകയും ഏകദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാകും. പടച്ചതമ്പുരാനെ, അത്തരം സന്ദർഭങ്ങൾ നീ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തിൽ നിന്നും ലോകത്തെയും പ്രത്യേകിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും മാതാപിതാക്കളെയും ഒക്കെ നീ രക്ഷപ്പെടുത്തേണ്ട തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇന്ന് ഗ്രാമർ നമ്മൾ കൂടുതൽ പഠിച്ചത് കൊണ്ട് പ്രാക്ടിക്കൽ പേജ് എടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ 8ാമത്തെ പേജ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വിട്ടുതരികയാണ് ഞാൻ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വായിച്ച് ചർച്ച ചെയ്യുക വരുന്ന ആഴ്ചയ്ക്കകം. അപ്പോൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യന്തം പങ്കെടുത്ത എല്ലാവരും സജീവമായി ആ സമയം മുതൽ ഈ സമയം വരെ ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. അതേപോലെ ചെറിയ തടസ്സം ഉണ്ടായെങ്കിലും ക്ലാസ് അനായാസേന നടന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇടയ്ക്ക് വീഡിയോ ഓഫാക്കിയത് നെറ്റ് സ്ലോ ആയതുകൊണ്ടൊക്കെ ഓഫാക്കിയതാണ്. പിന്നീട് ഓണാക്കാൻ ഞാൻ മറന്നു. അല്ലാഹു നമ്മുടെ ഒത്തുകൂടൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.